അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജി ഓഫ് കേരളം. സാറ് ഈ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഗ്രൂപ്പിൽ തന്നെയാണ്, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള ഈ ഇതിൽ തന്നെയാണ് ഇടുന്നത്? അല്ല, നമ്മളൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതെ, UG സോഷ്യോളജി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രൂപ്പിലാണ് വരിക. ആ ചാനൽ ഇതൊന്ന് പറഞ്ഞ് SGOU BA സോഷ്യോളജി. പക്ഷെ എന്നെ അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഗ്രൂപ്പ് അല്ല, അത് യൂട്യൂബ് ചാനലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ അപ്പൊ ഇത് അടിച്ചു കൊടുത്താൽ മതി, അപ്പൊ കിട്ടും. നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി, അപ്പൊ കാണും. ശരി. ഓക്കെ. നമ്മള് നമ്മുടെ പിന്നെ ഓപ്ഷണൽ പേപ്പർ ആയിട്ടുള്ള എലക്റ്റീവ് പേപ്പർ ആയിട്ടുള്ള സോഷ്യോളജി ഓഫ് കേരളം എന്നുള്ള പുസ്തകത്തിന്റെ കോഴ്സിന്റെ രണ്ടാമത്തെ ബ്ലോക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ യൂണിറ്റ് മാരിടൈം ആൻഡ് റിലീജിയസ് ഐഡന്റിറ്റീസ്, ദ അഡ്വന്റ് ഓഫ് ഇസ്ലാം. അപ്പോ ഈ ഒരു യൂണിറ്റിൽ കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെ ഒരു സോഷ്യോളജിക്കൽ റീഡിംഗ് ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. കേരളത്തിന്റെ ഒരു ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും കേരളത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഹിസ്റ്റോറിക്കലായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന ഭരണകൂടങ്ങൾ, അവരുടെ എവല്യൂഷൻസ്, ആ കാലഘട്ടത്തിൽ നടന്ന സോഷ്യൽ ഫോർമേഷൻസ്, ഇങ്ങനെയൊക്കെയാണ്. സെക്കൻഡ് യൂണിറ്റിൽ പ്രധാനമായിട്ടും ജിയോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മലനാട്, ഇടനാട്, തീരദേശം എന്നൊക്കെ പറയുന്ന രീതിയിൽ കേരളത്തെ മൂന്നായി വിഭജിച്ച് അതിൽ ഓരോന്നിന്റെയും പ്രത്യേകതകളൊക്കെയാണ് പറയുന്നത്. സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ നമ്മൾ കൾച്ചറൽ എക്സ്ചേഞ്ചുകളാണ്. കേരളത്തിന് അതിബൃഹത്തായ രീതിയിലുള്ള വൈദേശികപരമായ വ്യാപാര ബന്ധങ്ങളും സാംസ്കാരികപരമായ ബന്ധങ്ങളൊക്കെ കേരളത്തിനുണ്ടായിരുന്നു. അതിലൂടെയാണ് ഇന്ത്യയിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റിയും അതുപോലെ ഇസ്ലാമും തുടങ്ങിയിട്ടുള്ള മതങ്ങളൊക്കെ വരുന്നത്. അതോടൊപ്പം ബുദ്ധമതത്തിന്റെ, ജൈനമതത്തിന്റെ ഒക്കെ വലിയ രീതിയിലുള്ള വികാസം പ്രാപിച്ച ഒരു മണ്ണ് കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആ ഒരു ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓരോ മതങ്ങളുടെ വരവും അതിന്റെ ഒരു സാംസ്കാരികപരമായ വിന്യാസം, അടുത്ത യൂണിറ്റിൽ നമ്മുടെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സാംസ്കാരികപരമായ വിന്യാസം, ഇതെങ്ങനെയാണ് നമ്മൾ 2 യൂണിറ്റുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഞാൻ ഈ യൂണിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. പേജ് നമ്പർ 40, 40ാമത്തെ പേജ്. അപ്പോ കാര്യമായിട്ട് കേരളത്തിന്റെ ഒരു പ്രത്യേകമായ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇന്ത്യയുടെ പ്രധാനമായിട്ടും അറബിക്കടലും അതുപോലെ ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും, ഇത് മൂന്നും കൂടെ ചേരുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സബ് കോണ്ടിനെന്റ്, ആ ഉപദ്വീപായിട്ട് വരുന്ന ആ ഒരു ഭാഗത്താണ് കേരളത്തിന്റെ ഒരു ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മാരിടൈം ട്രാവലിംഗ് ആണ് ഏറ്റവും കൂടുതൽ. മാരിടൈം റൂട്ടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര റൂട്ടുകളായിട്ട് അറിയപ്പെടുന്നത്. ഇന്നിപ്പോ നമ്മള് വിമാനങ്ങളും അതുപോലെ വലിയ രീതിയിലുള്ള ആകാശപാതകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വേളയിൽ ആ ഒരു കാലഘട്ടത്തിൽ അത്രയും ടെക്നോളജി ഒന്നും ഇല്ലെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സമുദ്രപാതകളാണ് വളരെ പ്രധാനം. ആ സമുദ്രപാതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു കേരളം എന്ന് പറയുന്നത്. അത് കാലഘട്ടത്തിനനുസരിച്ച് പിന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചേര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുസിരിസ് ആണ്. മുസിരിസ് എന്ന് പറയുന്ന തുറമുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന കൊടുങ്ങല്ലൂരാണ് എന്നാണ് ചരിത്രകാരന്മാരുടെ ഒരു അനുമാനമുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതേപോലെ വളർന്നു വന്ന ഒരുപാട് തുറമുഖങ്ങൾ കേരളത്തിലുണ്ട്. കൊച്ചി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോഴിക്കോടിനോട് ചേർന്ന് തന്നെ 2-3 പന്തലായിനി, കൊല്ലം എന്ന് പറഞ്ഞൊരു തുറമുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെ ധാരാളം തുറമുഖങ്ങൾ അവിടെ കാണാൻ പറ്റും. തെക്കൻ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കൊല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ പോർട്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ജീവിതമാണ്. ഇന്നിപ്പോ നമ്മൾ ദുബായ് അല്ലെങ്കിൽ നമ്മൾ ന്യൂയോർക്ക് സിറ്റിയെ കുറിച്ചൊക്കെ പറയാറുണ്ട് അല്ലെ. ന്യൂയോർക്ക് സിറ്റി ഒരു ഗ്ലോബൽ സെന്റർ ആണ്, അല്ലെങ്കിൽ ഗ്ലോബൽ ഒരു ബിസിനസ് കേന്ദ്രമാണ് എന്നൊക്കെ നമ്മൾ പറയും. അതേപോലെ തന്നെ അന്ന് പോർട്ട് സിറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന തുറമുഖ സിറ്റികളായി അതിന്റെ ഒരു അതിന്റെ ഒരു കേന്ദ്രമായിട്ടായിരുന്നു കേരളത്തിന്റെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവാസ സ്ഥലമായിട്ടായിരുന്നു കേരളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികളെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുമായിരുന്നു. കൊല്ലത്തൊക്കെ പ്രധാനമായിട്ടും ചൈനീസ് ട്രേഡേഴ്സിന്റെ, വ്യാപാരികളുടെ വലിയ രീതിയിലുള്ള അവരുടെ ആഗമനം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ മുസ്ലിസ്, പഴയ റോമക്കാരുടെ അവരുടെ ബിസിനസ്, അതുപോലെ ഗ്രീക്കുകാരുടെ ഒക്കെ കച്ചവടവും അതുപോലെ ബിസിനസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു കേന്ദ്രമായിരുന്നു മുസ്ലിസ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂര്. അത് കുറച്ചുകൂടെ ഒക്കെ 1-2 നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും പിന്നീട് അറബികളായി വ്യാപാര രംഗത്ത് ഏറ്റവും വലിയ ഡോമിനേറ്റഡ് പവറായിട്ട് മാറി. അവരുടെ പ്രധാനപ്പെട്ട വ്യാപാരം നടന്നത് സാമൂതിരിയുമായിട്ട് അഥവാ മലബാർ, കാലിക്കറ്റുമായിട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഓരോ ദേശങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ആ രീതിയിലുള്ള വലിയ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള നാടുകൾക്കൊന്നും കാണാൻ സാധിക്കാത്ത രീതിയിൽ വലിയൊരു കൾച്ചറൽ റിച്ച്നെസ്, ഒരു സാംസ്കാരികപരമായ വലിയൊരു അഭിവൃദ്ധി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു സംഗമങ്ങള്, അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ, വ്യാപാരികളുടെ, അതിലൂടെ ഉണ്ടാകുന്ന സോഷ്യൽ എക്സ്ചേഞ്ചുകൾ, സാമൂഹികപരമായ കൈമാറ്റങ്ങൾ, ഇങ്ങനെയൊക്കെ പലതുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ടെക്നോളജി ആവട്ടെ, ലാംഗ്വേജ് ആവട്ടെ,
വിജ്ഞാനങ്ങളാവട്ടെ, അതിന്റെ ഒക്കെ വലിയ തരത്തിലുള്ള കൈമാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ കേരളം ഒരു പഴയ കാലം മുതൽക്ക് തന്നെ വലിയ രീതിയിൽ അറേബ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ വ്യാപാരികളെ വലിയ രീതിയിലേക്ക് ആകർഷിച്ചിരുന്ന ഒരു നാടാണ് കേരളം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായിരുന്ന സ്പൈസസ് തന്നെയാണ്. നമ്മൾ പറയുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വ്യാപാരം തന്നെയാണ്. അത് തന്നെയാണ് കേരളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത്. ഇതിലൂടെ ജൂതായിസവും ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ജൈനിസവും ബുദ്ധവും തുടങ്ങിയ മതങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു വരുന്നു. അങ്ങനെ ഇവിടെ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി ആയിട്ട് രൂപപ്പെടുന്നതിൽ ഈ ട്രേഡിന് വലിയ പങ്കുണ്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വ്യാപാരം എന്ന് പറയുമ്പോൾ വെറും ഒരു സാമ്പത്തികപരമായ ഒരു ഇടപാട് മാത്രമായിരുന്നില്ല, മറിച്ച് അതിലൂടെ വലിയ രീതിയിൽ സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടുള്ള എക്സ്ചേഞ്ചുകൾ നടന്നിരുന്നു. ഒരുപാട് കമ്മ്യൂണിറ്റികൾ അതിലൂടെ വളർന്നു വന്നു. ഇപ്പൊ കൊച്ചിൻ ജ്യൂസ്, കൊച്ചിയിലുള്ള ജൂതന്മാര്, സിറിയൻ ക്രിസ്ത്യൻസ്, നമ്മൾ ഇന്ന് സീറോ മലബാർ സഭയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ സിറിയൻ ക്രിസ്ത്യൻസ്, മാപ്പിള മുസ്ലിംസ് ഒക്കെ ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ള മലബാറിലൊക്കെയുള്ള മാപ്പിള മുസ്ലിംസ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക, അതിലൂടെ ആ ഒരു എവല്യൂഷനിലൂടെ ആ ഒരു പരിണാമത്തിലൂടെ വളർന്നു വന്ന സമൂഹങ്ങളാണ്, അല്ലെങ്കിൽ സൊസൈറ്റികളാണ് നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും ബുദ്ധിസവും അതുപോലെ ജൈനമതവും അത് പിന്നെ അതിന്റെ ഒരു തകർച്ചയോട് കൂടെയാണ് പിന്നീട് കേരളത്തിലും അതുപോലെ സൗത്ത് ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ചും ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ ജാതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ബ്രാഹ്മിൻസിനെ ആ ഒരു പ്രത്യേകമായ രീതിയോട് കൂടെയുള്ള അല്ലെങ്കിൽ സ്വഭാവ വിശേഷണങ്ങളോട് കൂടെയുള്ള ഹിന്ദുയിസത്തിന്റെ വളർച്ച. അതിനു മുമ്പ് ഹിന്ദുയിസം ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ചും ദ്രവീഡിയൻസ് ഇവിടെ ഉണ്ട്. ദ്രവീഡിയൻസ് ഉണ്ടാകും, അവരുടെ ഇടയിൽ ഈ ജാതീയതയില്ല. ജാതീയതയുടെ വളർച്ചയോട് കൂടെയാണ്, ജാതീയതയുടെ വളർച്ച വരുമ്പോഴാണ് ശരിക്കും ബുദ്ധിസവും ജൈനിസവും ഒക്കെ തകരുന്നത്. ഒരു മറ്റൊരു തരത്തിൽ നമ്മൾ പറഞ്ഞാൽ ഈ ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസം എന്നുള്ളത് കൃത്യമായിട്ട് ഈ ബുദ്ധിസത്തെയും ജൈനിസത്തെയും ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ ആരാധന കേന്ദ്രങ്ങളൊക്കെ പിന്നീട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതും അത്തരത്തിൽ ആളുകളൊക്കെ പിന്നീട് ബ്രാഹ്മണിക്കൽ ഹിന്ദുസത്തിലേക്ക് മാറുന്നതൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതോടുകൂടി ബ്രാഹ്മണിക്കൽ ഹിന്ദുസത്തിന്റെ വരവോടുകൂടി ആര്യനൈസേഷൻ പ്രോസസ് നടക്കുന്നത്, എന്താണ് ആര്യവൽക്കരണം. നമ്മൾ പറയുന്ന ആര്യവൽക്കരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പറയുന്ന നമ്പൂതിരിമാർ ഏറ്റവും മുകളിൽ, അത് കഴിഞ്ഞ ക്ഷത്രിയാസ്, പിന്നെ വൈശ്യാസ്, പിന്നെ ശൂദാസ് എന്ന് പറയുന്ന രീതിയിലുള്ള അത്. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ അവരുടെ ആ ഒരു ആര്യനൈസേഷൻ കഴിഞ്ഞ് കാലങ്ങൾ കഴിയുമ്പോഴാണ് പിന്നീട് പോർച്ചുഗീസും ഡച്ചുകാരും ബ്രിട്ടീഷുകാരൊക്കെ കേരളത്തിന്റെ ഈ പ്രത്യേകമായ അഗ്രേറിയൻ എക്കോണമി അതുപോലെ സോഷ്യൽ സ്ട്രക്ചറിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ വരുന്നത്. എങ്ങനെയായാലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ചരിത്രത്തിൽ നമുക്ക് വലിയ രീതിയിൽ ഒരു കോഎക്സിസ്റ്റൻസ്, ഒരു ഒന്നിച്ചുള്ള ജീവിതം, സഹവർത്തിത്വം, മതപരമായ സഹിഷ്ണുത, ഇതൊക്കെ ഉള്ള ഒരു നാടായിട്ട് കേരളം മാറിയത് നമുക്ക് കാണാൻ പറ്റും. ദ മാരിടൈം ലെഗസി ഓഫ് കേരള. കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ നീണ്ടു കിടക്കുന്ന വലിയ രീതിയിലുള്ള തീരദേശമാണ്, എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന് കിടക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കടൽ എന്ന് പറഞ്ഞാൽ മാരിടൈം ട്രൈഡ് അല്ലെങ്കിൽ മാരിടൈം എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത കേരളത്തിനെ വലിയ രീതിയിൽ എന്താ പറയുക ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുമായി, നമ്മൾ പറയുന്ന ആഗോള സമൂഹവുമായിട്ട് വലിയ രീതിയിൽ ബന്ധിപ്പിക്കുന്നുണ്ടെന്നല്ല. അത് ഏഷ്യയിലാവട്ടെ യൂറോപ്പിലാവട്ടെ ആഗോള തലത്തിലുള്ള ആ കാലഘട്ടത്തിലെ വ്യാപാരത്തിന്റെ ഒരു മധ്യകേന്ദ്രമായി നിലനിൽക്കൊള്ളാൻ തന്നെ കേരളത്തിനെ സഹായിച്ചു എന്നല്ല. കേരളത്തിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഗാർഡൻ ഓഫ് സ്പൈസസ് അല്ലെ, നമ്മൾ പറയുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്നുള്ള പേരിലാണ് കേരളം അറിയപ്പെട്ടത്. ഇത് ബാബിലോണിയ എന്ന് പറഞ്ഞാൽ ഇറാഖിൽ നിന്നും അസീരിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നും അറേബ്യ, ഗ്രീസ്, റോം തുടങ്ങിയിട്ടുള്ള നാടുകളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ വ്യാപാരികളെ ഇങ്ങോട്ട് ആകർഷിച്ചിരുന്നു എന്നല്ല. ഓക്കെ, ആ സമയത്തൊക്കെ പായ്ക്കപ്പലുകളിലൊക്കെ 300-400 പേരും അടങ്ങുന്ന വലിയ സംഘങ്ങളായിട്ട് 200-300 ഒക്കെ കപ്പലുകളിലാണ് പോരുക. പക്ഷെ അത്രയും കപ്പലുകളൊക്കെ ചിലപ്പോൾ കൊടുങ്കാറ്റുകളിലൊക്കെ പെട്ട് അല്ലെങ്കിൽ ക്ഷോഭിതമായി കിടക്കുന്ന ക്ഷോഭിച്ചു നിൽക്കുന്ന കടലിൽ യാത്ര പൂർത്തിയാക്കാൻ കഴിയാതെ ധാരാളം ആളുകൾ ജീവൻ ത്യജിക്കുന്ന, സാക്രിഫൈസ് ചെയ്യുന്ന ചരിത്രങ്ങളൊക്കെ നമുക്ക് വായിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഗാമയുടെ ചരിത്രം അങ്ങനെയാണ്. 300ഓളം വരുന്ന ഒരു സംഘത്തിന്റെ നേതാവായിട്ടാണ് ഗാമ വരുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ വെറും ഒരു 13 അല്ലെങ്കിൽ 14, എങ്ങനെയാലും ബിലോ 20, 20-ൽ താഴെ വരുന്ന ആളുകൾ മാത്രമേ ഗാമയുടെ കൂടെ ഉണ്ടായിരുന്നു. മറ്റുള്ള ആളുകളൊക്കെ ഈ ഇത്രയും സുദീർഘമായ യാത്രയിൽ അവര് അസുഖം ബാധിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മറ്റുള്ള പല കാരണങ്ങൾ കൊണ്ട് എന്താ പറയാ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കാത്ത രീതിയായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഈ രീതിയിൽ ഈ ഒരു മാരിടൈം ട്രേഡ് എന്നുള്ളത് കേരളത്തിന്റെ ഒരു മാരിടൈം ലെഗസി എന്നുള്ളത് കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ്. 1-ാം നൂറ്റാണ്ട് മുതൽക്ക് 5-ാം നൂറ്റാണ്ട് വരെ, 1 മുതൽ 5 വരെ നൂറ്റാണ്ടുള്ള കാലഘട്ടത്തിലാണ് കേരളവും അതുപോലെ ഇൻഡോ റോമൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇൻഡോ റോമൻ ട്രേഡ് നെറ്റ്വർക്ക്, റോമക്കാരുമായുള്ള കച്ചവടം പ്രധാനമായിട്ടും നിലനിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അതിന്റെ കേരളവും അതുപോലെ തമിഴ്നാടും ഒക്കെ ആയിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാരിടൈം ഹബ്ബായിട്ട് വർക്ക് ചെയ്തിരുന്നത്. ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് മാത്രമാണ് നമുക്ക് അതിന് തെളിവുകളായിട്ടുള്ളത്. ഇപ്പൊ കോട്ടയം കോയിൻ ഹോഡ് നിയർ കണ്ണൂരിലുള്ളതാണ് ആ ഒരു ആർക്കൈവ്സ് കേട്ടോ. ആ കോട്ടയം കോയിൻ ഹോഡ് ആ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെ തന്നെ ധാരാളം
റോമൻ ഗോൾഡ് കോയിൻസ് അവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ റോമൻ രാജാക്കന്മാരുന്ന അഗസ്റ്റസിന്റെയും ടൈബേറിയസിന്റെയും നീറോയുടെ ഒക്കെ കാലഘട്ടത്തിലെ കോയിനുകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നല്ല. അപ്പോ അത് വലിയൊരു സൂചനയാണ്. എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ രണ്ട് രാജ്യങ്ങളും അല്ലെങ്കിൽ രണ്ട് പ്രദേശത്തെ ആളുകളും തമ്മിൽ വലിയ രീതിയിൽ വ്യാപാരങ്ങൾ ഉണ്ടായിരുന്നതിലേക്ക് തെളിവാണ്. ജ്വല്ലറികൾ, ആഭരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ പിന്നെ ദീസ് കോയിൻസ് വർ ഓഫൺ യൂസ്ഡ് ആസ് ജ്വല്ലറീസ്, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇവരുമായി കച്ചവടത്തിൽ ലഭിച്ചിരുന്ന ജ്വല്ലറി അല്ലെങ്കിൽ ഈ ഗോൾഡ് കോയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. തമിഴ്നാട്ടിലെ ആഭരണങ്ങൾ അറിയപ്പെടുന്ന കാസുമലൈ എന്നുള്ള പേര്, പ്രത്യേകമായ ഒരു പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് സംഘം പീരീഡ്, ഒരു നമ്മൾ പറയുന്ന സംഘം പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ചേര ചോള രാജാക്കന്മാരുടെ ഒക്കെ ഭരണകൂടം നിലനിന്ന ഒരു കാലഘട്ടത്തെയാണ് സംഘം പീരീഡ് എന്ന് പറയുന്നത്. അഥവാ BC 6-ാം നൂറ്റാണ്ട് മുതൽക്ക് CE 3rd സെഞ്ചുറി വരേക്കുമുള്ള ഒരു കാലഘട്ടം. അവിടെ സൗത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന ചേര, ചോള, പാണ്ഡ്യ തുടങ്ങിയ ഡൈനാസ്റ്റിയാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന തുറമുഖങ്ങൾ, മുസിരിസ് ആയിരുന്നു ഒന്ന് നെൽസൈൻഡ, അതേമാതിരി തന്നെ അളകാംകുളം തുടങ്ങിയിട്ടുള്ള തമിഴ്നാട്ടിലെ 2 തുറമുഖങ്ങളാണ്. ഈ 3 തുറമുഖങ്ങള് സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും അതുപോലെ മുത്തുകള്, വസ്ത്രങ്ങള് തുടങ്ങിയിട്ടുള്ള ഇതിനൊക്കെ വേണ്ടി വലിയ രീതിയിൽ വ്യാപാരങ്ങൾ ചെയ്യപ്പെട്ടിരുന്നു. ഇതിന് എക്സ്ചേഞ്ച് ആയി ലഭിച്ചിരുന്നത് പലപ്പോഴും റോമൻ സ്വർണ്ണ നാണയങ്ങൾ, അതുപോലെ വെള്ളി നാണയങ്ങൾ, അതുപോലെ വൈന് ഒക്കെയായിരുന്നു അതിന് പകരമായിട്ട് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ സ്വീകരിച്ചിരുന്നത് എന്നുള്ള. അളകാംകുളം എന്നുള്ളത് മധുരക്കടുത്തുകൊണ്ടുള്ള ഒരു തുറമുഖമാണ്. മറ്റൊന്ന് ഇതേപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോ ഈ ട്രേഡ് വലിയ രീതിയിൽ ഫ്ലറിഷ് ആകുമ്പോൾ അത് പുഷ്ടി പ്രാപിക്കുന്നതിനനുസരിച്ചുകൊണ്ട് അതിനോട് ചുറ്റു ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ സിറ്റികൾ വളർന്നു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അർബനൈസേഷൻ നടക്കുന്നു. ഈ ഒരു അർബനൈസേഷൻ കേരളത്തിന്റെ ഒരു മിഡീവൽ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. മിഡീവൽ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സിറ്റികൾ വളർന്നു വരുന്നതും ട്രേഡ് പുഷ്ടി പ്രാപിക്കുന്നതും അതുപോലെ തന്നെ വലിയ രീതിയിൽ പോപ്പുലേഷൻ ഗ്രാമതലങ്ങളിൽ നിന്ന് നഗരതലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലാണ് കാണാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ രംഗത്ത് എന്ന് പറഞ്ഞാൽ കൃഷി രംഗത്ത്, കാർഷിക രംഗത്തും കേരളത്തിൽ എന്ത് ചെയ്യുന്നു, വലിയ പുരോഗതി ഉണ്ടാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയ കൃഷി രീതികൾ, പുതിയ വെറൈറ്റികൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. കുരുമുളകിന്റെ വ്യത്യസ്തമായ ഇനങ്ങൾ, കാർഡമം, അതുപോലെ ജിഞ്ചർ, സിന്നാമൻ, നെറ്റ്മെഗ്, ക്ലൗസ് തുടങ്ങിയിട്ടൊക്കെയുള്ള നമ്മൾ പറയുന്ന ജാതി, അതുപോലെ പട്ട, നമ്മൾ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ, ഇഞ്ചി, മറ്റൊന്ന് ഏലക്ക തുടങ്ങിയിട്ടൊക്കെയുള്ള വസ്തുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ സുഗന്ധ വ്യഞ്ജനങ്ങളായി പരിഗണിക്കപ്പെടുന്ന അതിന്റെ കൃഷി വലിയ രീതിയിൽ വികാസം പ്രാപിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പൾസസും ഗ്രൈൻസും ഈ ഒരു കാലഘട്ടത്തിൽ നിന്നായിരുന്നു. കാടുകളിൽ നിന്നാണെങ്കിൽ വലിയ രീതിയിൽ മരങ്ങൾ, ഇപ്പൊ തേക്ക്, വീട്ടി, അതുപോലെ അരണി, മഹാഗണി കുറച്ചുകൂടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള മരമാണ്. എന്നാലും ആഞ്ഞിലി, ഓരോ നാടുകൾക്കനുസരിച്ചുകൊണ്ട് മരത്തിന്റെ പേരുകളിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം മരങ്ങള് ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്ന് മാത്രമല്ല, അത് ഇവിടുന്ന് വെട്ടിയെടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്ന ചരിത്രങ്ങൾ വരെ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഒക്കെ പുരാതന ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. ഇപ്പോ മിഡീവൽ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മധ്യകാല കേരളത്തിൽ നമുക്ക് ഈ അഗ്രികൾച്ചർ പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റി അത് വലിയ രീതിയിൽ വികാസം എന്ന് പറഞ്ഞാൽ പ്രാപിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ധാന്യങ്ങൾ, അതല്ലെങ്കിൽ കാർഷിക വിഭവങ്ങൾ, അത് അധികമാകുന്ന വേളയിൽ എന്ത് ചെയ്യുന്നു, അത് ഇവിടുന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അത് വ്യാപാരത്തിന് വെക്കുന്നു. ആ വ്യാപാരത്തിലൂടെ ഇതര നാടുകളിൽ നിന്ന് വന്ന ആളുകൾ അത് കച്ചവടം ചെയ്തെടുത്ത് അവരെ നാടുകളിലേക്ക് കൊണ്ടുപോകുന്ന രീതി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ, ഈ മാർക്കറ്റുകളെ നമ്മൾ അങ്ങാടികൾ എന്നുള്ള പേരിലാണ് വിളിച്ചിരുന്നത്, അങ്ങാടീസ് എന്നുള്ള പേരിലാണ് വിളിച്ചിരുന്നത്. പ്രധാനമായിട്ടും ഈ അങ്ങാടികൾ അല്ലെങ്കിൽ മാർക്കറ്റുകൾ നിലകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള പോർട്ട് സിറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന തുറമുഖ നഗരങ്ങൾ. ഈ തുറമുഖ നഗരങ്ങളോട് ചേർന്നുകൊണ്ടായിരുന്നു ഈ കച്ചവടങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോ ഈ വിദേശികളുമായിട്ടുള്ള വ്യാപാരത്തില് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലേക്കുള്ള കച്ചവടക്കാര് അവര് ഈ കോയിനുകൾ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അപ്പോ റോമക്കാരും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കോയിനുകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കോയിനുകൾ കിട്ടുമ്പോൾ ഈ കോയിനുകൾ വെച്ചുകൊണ്ടാണ് അവിടെ കച്ചവടം നടന്നിരുന്നത്. ഇപ്പൊ സ്പൈസസിന്റെ കച്ചവടം, മസ്ലിൻ, കോട്ടൺ, പേൾസ്, പ്രീഷ്യസ് സ്റ്റോൺസ് ഇങ്ങനെയൊക്കെയുള്ള പടിഞ്ഞാറ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിലും, അതോടൊപ്പം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗുഡ്സ് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ പഴയ ബാർട്ടർ സിസ്റ്റം, അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്കുകൾ കൈമാറുന്ന രീതി, അതിൽ വൈന്, ഒലീവ് ഓയില്, അതുപോലെ ടെറാക്കോട്ട. അപ്പൊ ചൈനയിൽ നിന്നൊക്കെ വെച്ചാൽ ധാരാളം ടെറാക്കോട്ട പ്രൊഡക്റ്റുകൾ ഇവിടെ വന്നിരുന്നു. ഇതൊക്കെ അതിന് പകരമായിട്ട് വാങ്ങിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഈ ഈജിപ്ഷ്യൻ ദിനാറുകള്, അതുപോലെ വെനീഷ്യൻ ഡുക്കറ്റ്, അവിടുത്തെ നാണയം. വെനീഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ലെബനന്റെയും അതുപോലെ തുർക്കി, ഗ്രീസ്, നമ്മൾ പറയുന്ന ഒരു ഏഷ്യ മൈനർ ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു ചെറിയ ദ്വീപുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ് വെനീഷ്യ എന്ന് പറയുന്നത്. അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ കേരളത്തിൽ ട്രേഡുകൾ നടത്തിയിരുന്നതായിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള തെളിവുകൾ നമുക്ക് അവൈലബിൾ ആണ്.
മറ്റൊന്ന് അറബ് ചൈനീസ് വ്യാപാരികളുടെ ഒരു വരവാണ്. അറബ് ചൈനീസ് വ്യാപാരികൾ ഏകദേശം 7-ാം നൂറ്റാണ്ടോളം ആകുമ്പോഴാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇതിൽ തന്നെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അബ്ബാസിദ്സ് കാലഘട്ടത്തിലെ പിന്നെ ഗോൾഡ് കോയിനുകൾ, അതുപോലെ ഉമയ്യസ് കാലഘട്ടത്തിലെ പിന്നെ ഗോൾഡ് കോയിനുകളൊക്കെ നമുക്ക് ഇവിടെ കുഴിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു തെളിവ്, അതിന്റെ ഒരു പിന്നെ വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇത്തരത്തിലുള്ള നാണയങ്ങൾ നമുക്ക് അവൈലബിൾ ആകുമ്പോൾ അതിന്റെ അർത്ഥം ഈ നമ്മുടെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ നാടുമായിട്ട് ആ നാടുകളിൽ നിന്നുള്ള ആളുകൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വ്യാപാരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും എന്ത് ചെയ്യുന്നത്, തുറമുഖ നഗരങ്ങളിൽ നിന്ന് മാറി മറ്റുള്ള നാടുകളിലേക്കും ആ കോയിനുകൾ എത്താനുള്ള കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. മറ്റൊന്ന് ചൈനയുമായിട്ടുണ്ടായിരുന്ന വ്യാപാരമായിരുന്നു. ചൈനീസ് ഗോൾഡിന്റെ നാണയങ്ങളുടെ പിന്നെ ശേഖരങ്ങൾ നമുക്ക് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളുടെ വ്യാപാരങ്ങൾ കാണാൻ സാധിച്ചു. 1219 പ്രത്യേകിച്ച് ഈ ഗോൾഡ് കോയിനുകൾ, സിൽവർ കോയിന്, ബ്രോൺസിന്റെ ഒക്കെ ഉൽപാദനം, അതിന്റെ ഉപയോഗം എന്ത് ചെയ്യണം, നിരോധിക്കുന്നുണ്ട്. ഈ നിരോധിക്കുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ട്രേഡ് എക്സ്ചേഞ്ച് ആയിട്ട് നടക്കുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ബാർട്ടർ സിസ്റ്റമാണ്. വസ്തുക്കൾക്ക് പകരമായിട്ട് വസ്തുക്കൾ തന്നെ കൊടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ പോർട്ടുകളിൽ നമ്മൾ മുസിരിസ് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊന്ന് പ്രസിദ്ധിയിലേക്ക് വന്ന ഒരു തുറമുഖമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. കോഴിക്കോടിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഏകദേശം 15-ാം നൂറ്റാണ്ടോട് കൂടെ, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരുടെ ഒക്കെ വരവോട് കൂടെയാണ് കോഴിക്കോടൊക്കെ വലിയ രീതിയിലുള്ള പ്രസിദ്ധിയിലേക്ക് എത്തുന്നത്. അതിനു മുമ്പും തന്നെ 10-ാം നൂറ്റാണ്ടിലും അതുപോലെ 9, 8 നൂറ്റാണ്ടുകളിലൊക്കെ കോഴിക്കോട് വളരെയധികം പേരുകേട്ട ഒരു പിന്നെ തുറമുഖ സിറ്റി തന്നെയായിരുന്നു. ഇനി കേരള അണ്ടർ പോർച്ചുഗീസ് ആൻഡ് ഡച്ച് കോളനൈസേഷൻ, പേജ് നമ്പർ 41 കേട്ടോ. ക്ലാസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. കേരള അണ്ടർ പോർച്ചുഗീസ് ആൻഡ് ഡച്ച് കോളനൈസേഷൻ. മറ്റൊന്ന് കേരളം പോർച്ചുഗീസുകാരും ഡച്ചുകാരുടെയും കോളനി വൽക്കരണം അല്ലെങ്കിൽ അവരുടെ അധീനതയിൽ വരുന്ന ആ ഒരു കാലഘട്ടമാണ്. അതില് നമ്മളിവിടെ നോക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് അല്ല കേട്ടോ. എന്നാൽ പോർച്ചുഗീസുകാർ വന്നപ്പോൾ അവർ എന്തൊക്കെ ചെയ്തു, എങ്ങനെ വന്നു, അവർ എന്തൊക്കെ യുദ്ധങ്ങൾ നടത്തി, ഇതല്ല നമ്മുടേത്. നമ്മൾ നോക്കുന്നത് പോർച്ചുഗീസുകാർ വരുന്നു, അതോടൊപ്പം സംഭവിക്കുന്ന സാമൂഹികപരമായ അല്ലെങ്കിൽ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക്, പൊളിറ്റിക്കൽ ആയിട്ട് വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ സൊസൈറ്റിയുമായിട്ട് അവർ ഇന്റർ കണക്ട് ചെയ്യുന്നു, ആ ഇന്റർ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു പൂർണ്ണമായ ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് മതങ്ങളുടെ ഒരു വരവാണ്. നമ്മൾ മലബാർ കോസ്റ്റിലേക്ക് ജൂതന്മാര് ആദ്യമായിട്ട് വരുന്നത് കച്ചവടക്കാരായിട്ടാണ്. ജൂതന്മാരുടെ ഒരു തുടക്ക കാലഘട്ടത്തിൽ അവരുടെ വരവ് കച്ചവടക്കാരായിട്ടാണ്. ആദ്യമായിട്ട് കേരളത്തിലെ BC 6-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടോട് കൂടെയാണ് കേരളത്തിലേക്ക് ജവിഷ് അല്ലെങ്കിൽ ജൂത അവരുടെ ഒരു സാന്നിധ്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും അത് പറയപ്പെടുന്നത് എങ്ങനെ വെച്ചാൽ വിത്ത് കിങ് സോളമൻസ് പർപ്പറ്റഡ് വിസിറ്റ് ടു ദ റീജിയൻ ഫോർ ട്രേഡ് പർപ്പസസ്. അങ്ങനെ കിങ് സോളമൻ രാജാവ് ഇവിടെ സന്ദർശിച്ചു എന്നല്ല, പക്ഷെ സോളമൻ രാജാവ് പിന്നെ അദ്ദേഹത്തിന്റെ ദൂതന്മാരുമായിട്ട് ഇവിടെ വന്നു എന്നും നമ്മളെ നിലമ്പൂർ കാട്ടിലെ തേക്കുകൾ ഇവിടുന്ന് പിന്നെ കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്കതിനെ തള്ളിക്കളയാനും കഴിയില്ല. കാരണം ആ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന പോലെ സയന്റിഫിക് അല്ലെങ്കിൽ സയന്റിഫിക് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രഫി ഒന്നും അത്ര വികസിച്ചിട്ടില്ല. അപ്പൊ ഒരു സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് അവൈലബിൾ ആക്കണം എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഇത് നിലനിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വാമൊഴിയായിട്ടാണ്. അപ്പൊ ഇന്നിപ്പോ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് അത് കൈമാറും, ആ ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് അത് കൈമാറും. ഇങ്ങനെ കൈമാറിയുള്ള വാമൊഴി ചരിത്രമാണ് വേൾഡിലുടനീളം ശരിക്കും ചരിത്രത്തിന്റെ ഒരു ബേസ് ആക്കി അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നിലനിൽക്കുന്നത്. ഏകദേശം BC 6-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ജൂതന്മാര് നമ്മൾ പറയുന്ന കൊടുങ്ങല്ലൂർ, അതാണ് ക്രാങ്കനൂർ, ഈ ക്രാങ്കനൂറിനടുത്ത് അവരെന്ത് ചെയ്യുന്നു, അവിടെ സെറ്റിൽ ആവുന്നു. പ്രത്യേകിച്ചും അവരുടെ അന്നത്തെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ബാബിലോണിയയിൽ നിന്ന് റോമക്കാര് ആക്രമിച്ചതുകൊണ്ട് തന്നെ ഈ റോമക്കാരുടെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജൂതന്മാരിൽ നിന്ന് വലിയ രീതിയിൽ അവിടുന്ന് പിന്നെ നാടുവിടുകയാണ്. നമുക്കറിയാലോ ഈ ഒരു ക്രൈസ്തവ മതത്തിന്റെ അതുപോലെ ജൂതമതത്തിന്റെ ഒക്കെ ആ ഒരു പഴയ ചരിത്രം വായിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജൂതന്മാര് പൂർണ്ണമായിട്ടും വിദേശികളായ രാജാക്കന്മാരുടെ ആക്രമണത്തിലൂടെ വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നു, അവരുടെ രാജ്യം കൊള്ളയടിക്കപ്പെട്ടു, അവരവിടുന്ന് മറ്റുള്ള ദേശങ്ങളിലേക്ക് അവർ വലിയ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്തു. ആ മൈഗ്രേഷന്റെ ഭാഗമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ എത്തുന്നത്. ഓക്കെ, പിന്നീട് വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രസൻസ് ആയിട്ട് കേരളത്തിലുണ്ടായി. ഇങ്ങനെ ജവിഷ് കമ്മ്യൂണിറ്റി കേരളത്തിൽ പ്രധാനമായിട്ടും അവർ കൊച്ചിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, മട്ടാഞ്ചേരി അല്ലെ, കൊച്ചിൻ ജ്യൂസ് എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും അവർ ട്രേഡ് ആൻഡ് കൊമേഴ്സിലാണ് അവരുടെ പിന്നെ എൻഗേജ്മെന്റ്, സോഷ്യൽ എൻഗേജ്മെന്റുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ജോസഫ് റബാൻ, who was granted a significant privilege by the Chera king around 1000 CE.
ഒരു പിന്നീട് വന്ന ചേര രാജാക്കന്മാർ അദ്ദേഹത്തിന് ഒരു പാട്രണേജ് കൊടുക്കാൻ തന്നെ കച്ചവടത്തിന്റെ വേണ്ടി അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു പൊസിഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ടാക്സിന്റെ കാര്യത്തിൽ സിനഗോഗ് നിർമ്മിക്കാൻ വേണ്ടി പ്രത്യേക ഇളവ് കൊടുക്കുന്നു. അതേപോലെ ഇത് ജവിഷ് കോപ്പർ പ്ലേറ്റ്സ് ഓഫ് കൊച്ചിയിലെ ജവിഷ് കോപ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ആർക്കൈവൽ ഡോക്യുമെന്റിൽ വരുന്നൊരു പേരാണത്. ഓക്കെ, പഴയ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മള് ഈ രാജാക്കന്മാരുടെ ഒക്കെ ഔദ്യോഗികമായ അറിയിപ്പുകളൊക്കെ ഇതുപോലെ ചെമ്പിലോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ പറയുന്ന ഇരുമ്പിലൊക്കെ എവിടെങ്കിലൊക്കെ അയൺ പില്ലറുകളിൽ അല്ലെങ്കിൽ കോപ്പർ പ്ലേറ്റുകളിലൊക്കെ കൊത്തിവെക്കുകയാണ് ചെയ്യുക. ഈ കൊത്തിവെച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ വല്ല ചർച്ചുകളെ മുമ്പിലോ അല്ലെങ്കിൽ സിനഗോഗുകളെ മുമ്പിൽ, അമ്പലങ്ങളെ പള്ളികളൊക്കെ മുമ്പിൽ എന്ത് ചെയ്യും, അവിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇതുപോലെ അവരെന്ത് ചെയ്യും, കൊത്തിവെക്കും. ഇത് പിന്നീട് നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും ഇത് അതുപോലെ തന്നെ അവശേഷിക്കുന്നുണ്ടാവും. അതാണ് പിന്നീട് നമ്മൾ ആർക്കൈവൽ ഡോക്യുമെന്റുകളായിട്ട് എടുക്കുന്നത്. അങ്ങനെയുള്ള ഡോക്യുമെന്റ് പ്രകാരമാണ് ഇപ്പൊ നമ്മൾ ഈ ചരിത്രം പറഞ്ഞത്. ദ പരദേശി സിനഗോഗ് 1568 മട്ടാഞ്ചേരിയിലാണ്, കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. ഇന്നും തന്നെ ആ കൊച്ചിൻ ജ്യൂസിന്റെ ഒരു വൈബ്രന്റ് എന്താ പറയുക ഒരു സിംബൽ ആയിട്ട് അത് മാറിയിട്ടുണ്ട് എന്നുള്ള. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 10-ാം നൂറ്റാണ്ടായപ്പോഴൊക്കെ അതിന്റെ പേരെന്താന്ന് പറഞ്ഞേ, ജവിഷ് കോപ്പർ പ്ലേറ്റ്. ഓക്കെ, അത് അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ കോട്ടയം കോപ്പർ പ്ലേറ്റ് വേറെ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ പല സ്ഥലങ്ങളിലുണ്ട് ഇതുപോലെ കണ്ടെടുക്കപ്പെട്ട ഈ പുരാവസ്തു ഇതിന് പറയുന്ന പേരാണത്. ഓക്കെ, 10th സെഞ്ചുറിയിലെ കോപ്പർ പ്ലേറ്റുകളിലും നമുക്ക് ഈ ഒരു എന്താ പറയാ അതിന്റെ ആ ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം ഈ കമ്മ്യൂണിറ്റികൾ ഇവർ തമ്മിൽ ഒരു ഇന്റർ കമ്മ്യൂണിറ്റി കണക്ഷൻസ് അല്ലെങ്കിൽ ഇന്റർ കണക്ഷൻസ് എത്രമാത്രം ഉണ്ടായിരുന്നു, സോഷ്യൽ എൻഗേജ്മെന്റുകൾ എത്രമാത്രം ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ഇവിടുത്തെ ട്രേഡ് ഫ്ലറിഷ് ചെയ്തിരുന്നത്. ഇപ്പൊ നമുക്കറിയാം ചേര രാജാക്കന്മാർ പറഞ്ഞ ഹിന്ദു രാജാക്കന്മാരാണ്. അവരെന്ത് ചെയ്യുന്നു, ഒരു വൈദേശികമായുള്ള ജവിഷ് കമ്മ്യൂണിറ്റിയെ ഇവിടെ പാറ്റർനൈസ് ചെയ്യാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു, അവരുടെ ആരാധനയിൽ നിർമ്മിക്കാൻ പറയുന്നു. പക്ഷെ അവർക്ക് അതേ സമയത്ത് തന്നെ അവർക്ക് വലിയ രീതിയിൽ വ്യാപാരം നടത്താനുള്ള അനുമതികൾ അവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ നമുക്കതിൽ നിന്ന് ഹിസ്റ്ററിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് പോർച്ചുഗീസുകാരുടെ ഒരു വരവോടുകൂടെ അല്ലെ നമുക്കറിയാം അവിടുന്ന് അങ്ങോട്ടാണ് പിന്നീട് നമ്മുടെ നാട്ടിൽ ഈ കൃഷി എന്നുള്ളത് കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ കൃഷി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യണം, ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കച്ചവടത്തിന് വേണ്ടി കൂടി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു നയത്തിലേക്ക് നമ്മൾ മാറുന്നത് ഇങ്ങനെയാണ്. കൊളോണിയൽ പവേഴ്സ് കൂടെ വരുന്നു. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ പീപ്പിളിനെ അല്ലെങ്കിൽ ലോക്കൽ എലൈറ്റുകളെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ജന്മിമാരെ അവർ കയ്യിലെടുക്കുന്നു. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോ ഇതിലൂടെ കേരളത്തിനുണ്ടായ നേട്ടം എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഗ്രാമതലങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ, നമ്മുടെ റൂറൽ എക്കോണമി ഇവിടെ ഇന്റർനാഷണൽ മാർക്കറ്റുകളുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെട്ടു എന്നതാണ്. അപ്പോൾ നമ്മളത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ ഒരു ആഗോള വ്യാപാരത്തിന്റെ ഒരു വലിയ കേന്ദ്രമായിട്ട് തന്നെ നമ്മുടെ കേരളം നിലകൊണ്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വാസ്കോഡ ഗാമ മാത്രമല്ല, പോർച്ചുഗീസുകാർ, ഡച്ചുകാരൊക്കെ ഈ യൂറോപ്പിൽ ഈ സ്പൈസസ് വരുന്ന സമയത്ത് അവരിത് അന്വേഷിക്കുകയാണ്, ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നല്ലേ. ആ വരുന്നതെന്നുള്ള അന്വേഷണത്തിന്റെ പുറത്താണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നമ്മുടെ കേരളം അല്ലെങ്കിൽ അതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ അവർ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയും ജാവയിലും സുമാത്രയിലും അതുപോലെ ഇന്തോനേഷ്യയിലും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ കുരുമുളകും മറ്റുള്ളതിന്റെയൊക്കെ കൃഷിയുണ്ട് നമ്മൾ പറയും. പക്ഷെ അതൊക്കെ പിന്നീട് ഈ കോളനൈസേഷൻ നടന്നതിന് ശേഷം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ചെയ്ത് അവരുടെ ആ സ്ഥലങ്ങളിലുള്ള അവരുടെ കോളനികൾ കൂടി ഈ കൃഷി അവർ വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് വന്നാണ്. അപ്പൊ എങ്ങനെയായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ നാണയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കച്ചവടം, അത് വെനീസ്, അലക്സാണ്ട്രിയ, ഹോർമുസ്, ഏഡൻ, കമ്പെ, കൊല്ലം, കോഴിക്കോട്, മലാക്ക ആൻഡ് കാൻഡൺ തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വ്യാപാരം നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. കൊച്ചിയിൽ പോർച്ചുഗീസുകാര് അവരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിക്കുന്നത് ഇവിടെ കൊച്ചിയിലാണ്. പ്രധാനമായിട്ടും അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിലുള്ള വ്യാപാര ഫാമിലികളായിട്ടുള്ള മരക്കാർസ് എന്ന് പറയുന്നത് വലിയൊരു വ്യാപാര ഫാമിലി ആയിരുന്നു. അപ്പൊ അവരുമായിട്ട് കണക്ട് ചെയ്യാനാണ് ആദ്യമായിട്ട് പോർച്ചുഗീസുകാരെ ശ്രമിക്കുന്നത്. അങ്ങനെ ആ ശ്രമത്തിലൂടെ എന്ത് ചെയ്യുന്നു, അവരവരുടെ വ്യാപാരം അവിടെ വേര് ഇട്ട് ഉറപ്പിക്കുകയാണ്. അതിലൂടെയാണ് അവർ പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അവർ എത്തിപ്പെടുന്നതൊക്കെ. അപ്പൊ ആദ്യമായിട്ട് അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ പോർച്ചുഗീസുകാർ കുരുമുളക് ഇവിടുന്ന് പരമാവധി കച്ചവടത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന് അവർ പകരമായിട്ട് കൊടുക്കുന്ന എന്താണ്, കോപ്പറാണ്. ഓക്കെ, അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ഹോഴ്സ് ട്രേഡ് ആണ്, കുതിരക്കച്ചവടം. കുതിരക്കച്ചവടം എന്ന് നമ്മൾ രാഷ്ട്രീയത്തിലുള്ള കുതിരക്കച്ചവടം അല്ല കേട്ടോ, ഒറിജിനൽ അല്ല, കുതിരകളെ കച്ചവടം ചെയ്യാനല്ല. കാരണം ഇന്നിപ്പോ നമ്മൾ കാറുകളും അതുപോലെ ബസ്സുകളൊക്കെ പറയുന്ന പോലെ ട്രാൻസ്പോർട്ടേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെഹിക്കിൾ ആണ് കുതിര എന്ന് പറയുന്നത്. അപ്പൊ ഈ കുതിരകൾക്ക് രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു.
അപ്പൊ നല്ല ഐറ്റം കുതിരകൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ കച്ചവടം നടത്തുക. അതിനുവേണ്ടി പോർച്ചുഗീസുകാർ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോ വളരെ നിരത്തിൽ നമ്മുടെ ആഗോളതലത്തിലേക്ക് വളരെ പേര് കേട്ട് കിടക്കുന്ന ഹോർമുസ് കടലെടുക്കുന്നുണ്ട് അല്ലെ. ഈ ഹോർമുസിന്റെ നിയന്ത്രണം എന്ത് ചെയ്തു, അവർ എടുത്തു. എന്നിട്ട് അതിലൂടെയുള്ള വ്യാപാരം പൂർണ്ണമായിട്ട് അവർ എന്ത് ചെയ്തു, അവരുടെ നേതൃത്വത്തിലാക്കി എന്നുള്ള. അപ്പൊ അതിലൂടെ മറ്റുള്ള കപ്പലുകൾക്കൊക്കെ പോകണമെങ്കിൽ അതിന് ചുങ്കം പിരിക്കും, അല്ലെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട രീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് പിന്നീട് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് ഹോർമുസ് ആൻഡ് കുളമാക്കു, കണ്ണൂർ എമർജ് ആസ് കീ സെന്റേഴ്സ് ഫോർ ദിസ് ലക്രാറ്റീവ് ടൈഡ് സപ്ലൈങ് ഹോഴ്സസ് ടു ദ റൂളിംഗ് പവേഴ്സ് ഓഫ് ദ ഡെക്കാൻ ഇൻക്ലൂഡിംഗ് വിജയനഗര എംപയർ. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റുള്ള ഭരണകൂടങ്ങൾ, ഇപ്പൊ വിജയനഗര സാമ്രാജ്യമൊക്കെ, അവർക്ക് ഒരാവശ്യമുള്ള കുതിരകളെ കൊടുത്തിരുന്നത് ഇങ്ങനെ എന്താ പറയാ, ഈ പോർച്ചുഗീസുകാരൊക്കെ നടത്തുന്ന ഈ കച്ചവടത്തിലൂടെയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മളിപ്പോ പറഞ്ഞല്ലോ, പോർച്ചുഗീസുകാർ ഈ കുതിര കച്ചവടം അതിന്റെ ആ ഒരു മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ ആധിപത്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ ഹോർമുസ് പൂർണ്ണമായി കീഴടക്കുന്നു. അതിനുശേഷം പിന്നീട് അവർ കേരളത്തിൽ നിന്ന് കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ടുണ്ടായിരുന്ന അവർ അവിടുന്ന് മാറി പിന്നീട് ഈ കുതിര കച്ചവടത്തിന്റെ കേന്ദ്രമായിട്ട് ഗോവയെ തിരഞ്ഞെടുക്കണം. അങ്ങനെ പിന്നീട് പോർച്ചുഗീസുകാരുടെ അവസാന ഭാഗമാകുമ്പോഴേക്കും അവര് ഗോവയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് അവർ കൊണ്ടു നടന്നിരുന്നത്. ഡച്ചുകാരാണ് മറ്റൊന്ന്. ഡച്ചുകാർ 1661 അവർ കൊച്ചി കീഴടക്കുന്നത്. പോർച്ചുഗീസുകാരെ പുറത്താക്കിയിട്ടാണ് ഡച്ചുകാർ എന്ത് ചെയ്യുന്നത്, കൊച്ചി അധികാരത്തിലെടുക്കുന്നത്. അത് ഏകദേശം 1795 വരേക്കും എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ വരവ് വരേക്കും അവർ എന്ത് ചെയ്യുന്നു, അവിടെ ഭരിക്കുന്നുണ്ട്. പിന്നീട് ബ്രിട്ടീഷുകാർ 1795 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന 3ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, ഈ ബ്രിട്ടീഷുകാര് പിന്നെ ടിപ്പു പരാജയപ്പെട്ടതോടുകൂടെ ടിപ്പുവിന്റെ അധീനതയിലായിരുന്ന മലബാറിലേക്ക് അവർ കടന്നു കയറുകയാണ്. അങ്ങനെയാണ് മലബാറിന്റെ പൂർണ്ണമായുള്ള ഭാഗം കൂടി അവരുടെ അധീനതയിലാക്കുന്നത്. 18ാം നൂറ്റാണ്ടോടുകൂടെ പിന്നീട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങൾ അവർ സ്ഥാപിക്കുന്നു. ഇങ്ങനെ ഇനി ഇതിൽ തന്നെ നമ്മുടെ ഒന്നുകൂടെ പുരാതന ചരിത്രങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ മുസിരിസ്, ഇപ്പൊ മുസിരിസ് നമ്മൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ പുരാതന തുറമുഖമായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്ന ഈ മുസിരിസ്, ആ മുസിരിസ് ടൗൺഷിപ്പ് ഒക്കെ നമ്മുടെ കേരളത്തിന്റെ ഒരു ആൻഷ്യന്റ് മാരിടൈം ഹിസ്റ്ററിയെ വളരെ കൃത്യമായിട്ട് വരച്ചു കാട്ടുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു ആർക്കൈവ്സ് നമുക്ക് ഇന്നും തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൂടെ തന്നെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഒരു സ്പൈസ് റൂട്ട് ഉണ്ട്. സ്പൈസ് റൂട്ട് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ സ്പൈസസ്, സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇവിടേക്കൊക്കെ വ്യാപാരത്തിന് പോയിരുന്നു, ആരൊക്കെ ഇവിടെ വന്നിരുന്നു, അതിനെ ക്ലിയർ ആയിട്ട് എന്താ പറയാ ഡെപ്പിക്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം 2000-ഓളം വർഷം പഴക്കമുള്ള ആ ഒരു വ്യാപാരത്തിന്റെ ഒരു എല്ലാവിധ സ്രോതസ്സുകളെയും അല്ലെങ്കിൽ തുറന്നു കാണിക്കുന്ന, വിശദീകരിക്കുന്ന ഒരു പ്രോജക്റ്റ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അത് ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. മറ്റൊന്ന് ഡൈവേഴ്സ് റിലീജിയസ് ഐഡന്റിറ്റീസ് ഓഫ് കേരള. കേരളത്തിലെ വ്യത്യസ്തമായ മത വിഭാഗങ്ങൾ, അതാണ് നമ്മൾ പറയുന്നത്. കേരളം നമുക്കറിയാം, ഒരുപാട് എല്ലാ മതങ്ങളുടെയും ഒരു ഈറ്റില്ലമായി അതിന്റെ ഒരു കേന്ദ്രമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ജൈനിസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ജൈനിസം കേരളത്തിൽ ഏകദേശം 3ാം BC 3ാം നൂറ്റാണ്ട് കൂടെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ജൈനിസം, ജ്യൂസിനെ പറ്റിയല്ലോ ജൈനിസം. ഏകദേശം ആ കാലത്ത് ചക്രവർത്തി ആയിരുന്ന ചന്ദ്രഗുപ്ത മൗര്യ അല്ലെ, ചന്ദ്രഗുപ്ത മൗര്യ അദ്ദേഹത്തിന്റെ ജൈനി മോങ്കായിരുന്ന, അല്ലെങ്കിൽ ജൈൻ സന്യാസി ആയിരുന്ന ഭദ്രബാഹു, അദ്ദേഹത്തിന്റെ ആ ജീവിതവും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ആകർഷനായിട്ട് എന്ത് ചെയ്യുന്നു, കൊട്ടാരം രചിച്ചുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യ അദ്ദേഹം കൊട്ടാരം വിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്താ പറയുക ജൈൻ ഒരു സന്യാസിയായിട്ട് മാറുകയാണ്. അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് കർണാടകയിലെ ശ്രാവണബൽഗോളയിലേക്ക് സഞ്ചരിക്കുന്നു. നമ്മുടെ പഴയ പുരാതന ചരിത്രത്തിലൊക്കെ നമ്മുടെ ചെറിയ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു ചരിത്രം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പിന്നീട് അദ്ദേഹം കർണാടകയിൽ അവിടെയാണ് താമസിക്കുന്നത്. ഈ ഒരു വേളയിൽ ഈ ജൈൻ മോങ്സ് എന്ന് പറഞ്ഞാൽ ജൈൻ സന്യാസിമാര് അവരെന്ത് ചെയ്യുന്നു, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലേക്ക് അവർ വരുന്നു. ഇവിടെ അവർ അവരുടേതായ പ്രബോധനങ്ങൾ നടത്തുന്നു. ജൈൻ മതത്തിലേക്ക് ധാരാളം ആളുകൾ അവര് ക്ഷണിക്കുന്നു. മെഡിറ്റേഷനും അതുപോലെ ജൈൻ ടീച്ചിങ്ങിനും വലിയൊരു സ്കോപ്പ്, വലിയൊരു സ്വാധീനം ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു നമ്മളിപ്പോ ഈ പറഞ്ഞ കാലഘട്ടം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആൻഷ്യന്റ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മതിലകം എന്ന് പറയുന്ന ഒരു സിറ്റി. അവിടെയായിരുന്നു ജൈൻ സന്യാസിമാരുടെ ജൈൻ മതത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് അറിയപ്പെട്ടിരുന്നത്, അതിന്റെ ഒരു ജൈൻ കൾച്ചറൽ സെന്റർ ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇതുപോലെ ധാരാളം ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം ജൈൻ ടെമ്പിളുകൾ, ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. പലതും പിന്നീട് പിൽക്കാലത്ത് എന്താ വെച്ചാൽ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് മാറി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോ ഇരിങ്ങാലക്കുടയിലുള്ള കുടൽമാണിക്യം ക്ഷേത്രം, അത് ആദ്യമായിട്ട് ഒരു ജൈൻ ക്ഷേത്രമായിട്ട് വന്നതാണ്. ജൈൻ ഡയറ്റി ആയിരുന്ന ഭരതേശ്വരക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഒരു ഹിന്ദു ടെമ്പിൾ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേമാതിരി തന്നെ മറ്റൊന്ന് കള്ളിൽ ടെമ്പിൾ, പെരുമ്പാവൂരിനടുത്തുള്ള കള്ളിൽ ടെമ്പിൾ, അത് ആദ്യം ഒരു ജൈൻ റോക്കട്ട് ശ്രൈൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ
പാറകൾ തുരന്നുണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പലമായിരുന്നു അത്. അത് പിന്നീട് എന്തെന്ന് വെച്ചാൽ ഹൗസിംഗ് ജെയിൻ rock cut design housing image of Tirthankaras has been transformed into a Hindu Bhagavati temple. അപ്പോ ജൈൻ മതത്തിലുള്ള തീർത്ഥങ്കരാസ് എന്ന് പറഞ്ഞാൽ അതിലെ നമ്മൾ പറയുന്ന ഈ പിന്നെ സന്യാസിമാര്. അപ്പോ ആ ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട അവരുടെ ഫോട്ടോകളും ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു അമ്പലമായിരുന്നു ഇത് ഈ നമ്മൾ പറഞ്ഞ പെരുമ്പാവൂരിലെ കള്ളിൽ ടെമ്പിൾ. അത് പിന്നീട് ഒരു ഹിന്ദു ഭഗവതി പിന്നെ ക്ഷേത്രമായിട്ട് പിൽക്കാലത്ത് മാറുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ധാരാളം ഇതുപോലെ ജൈൻ മതക്കാരുടെ പ്രധാനപ്പെട്ട പഴയ കേന്ദ്രങ്ങളൊക്കെ പാലക്കാടും അതുപോലെ പുളിയാർമല ജൈൻ ടെമ്പിളിൻ വയനാട്, ജൈൻ ടെമ്പിളിൻ സുൽത്താൻ ബത്തേരി, ഇവിടങ്ങളിലേക്കുള്ള അമ്പലങ്ങളൊക്കെ പിന്നീട് അത് ഹിന്ദു മതങ്ങളായ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് മാറുന്നതൊക്കെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ രീതിയിൽ ജൈന മതത്തിനും അതുപോലെ ബുദ്ധമതത്തിനും ഇവിടെ സ്വാധീനം ഉണ്ടായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഒരു ബ്രാഹ്മണിക്കൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ജാതിയിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു മതത്തിന്റെ ഒരു വരവ് പിന്നീട് വരുന്നുണ്ട്. അതിനുശേഷം ആര്യനൈസേഷൻ നടക്കുന്നതോട് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ അമ്പലങ്ങളൊക്കെ പിന്നീട് ഈ ജൈന മതത്തിന്റെ അമ്പലങ്ങളൊക്കെ മാറി പിന്നീട് അത് ഹിന്ദു മത അമ്പലങ്ങളായിട്ട് പിന്നീട് മാറുന്നത്, ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് മാറുന്നത്. ഏകദേശം 8-ാം നൂറ്റാണ്ടോട് കൂടെയാണ് ജൈൻ മതം അതിന്റെ ഒരു സ്വാധീനം കേരളത്തില് എന്താ പറയാ നഷ്ടപ്പെടുന്നത്. അതോടുകൂടെ തന്നെ ആ ഒരു സമയത്ത് പിന്നെ ഇവിടെ സ്ട്രോങ് ആകുന്നത് ഷൈവൈറ്റ് ആൻഡ് വൈഷ്ണവൈറ്റ് മൂവ്മെന്റുകളാണ്. ഹിന്ദു മതത്തിന്റെ 2 സെക്റ്റുകളായുള്ള ഷൈവൈറ്റും അതുപോലെ വൈഷ്ണവൈറ്റ് മൂവ്മെന്റുകളാണ്. ഇതിന്റെ ഒരു വരവോട് കൂടെ എന്ത് ചെയ്യുന്നു, പ്രധാനമായിട്ടും പിന്നെ ജൈനിസം ഇങ്ങനെ ഒരു ഗ്രാജുവലി ആയിട്ട് ഇത് ഡിസപ്പിയർ ആകുന്നു. 16-ാം നൂറ്റാണ്ടോട് കൂടി ഏകദേശം ജൈനിസം പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഡിസപ്പിയർ ആക്കുന്നുണ്ട്. അത് ഡിസപ്പിയർ ആകുമ്പോൾ അതിന്റെ ആ സ്ഥാനത്ത് പിന്നീട് ശക്തി പ്രാപിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ശൈവിസവും അതുപോലെ വൈഷ്ണവിസവും ഒക്കെയാണ്. ഓക്കെ, ഇപ്പോഴും വയനാട് പ്രദേശങ്ങൾ, വയനാടിനോട് ചേർന്ന് കിടക്കുന്ന കൊടക് അതുപോലെ വയനാടൻ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ജൈന മതത്തിന് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലങ്ങളിൽപ്പെട്ടാണ്. ഇപ്പോഴും ഒരുപാട് ജൈൻ മതവിശ്വാസികൾ അവിടെ കാണാൻ പറ്റും, ജൈൻ അമ്പലങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ ഇന്ന് കേരളത്തിലെ ജൈൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ചുരുക്കം, വളരെ ചെറിയ ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ്. അധിക പേരും അർബൻ സിറ്റികളായ കൊച്ചിയിൽ അല്ലെങ്കിൽ കോഴിക്കോട് അതുപോലെ വയനാട് ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് അവർ താമസിക്കുന്നത്. ഇതിനുശേഷം പിന്നീട് വന്ന മറ്റൊരു മതമാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. ബുദ്ധിസം കേരളത്തിലേക്ക് വരുന്ന ഏകദേശം 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയുടെ ആ ഒരു കാലഘട്ടത്തിലാണ്. നമുക്കറിയാം അല്ലെ, അശോക ചക്രവർത്തിയും ഇതുപോലെ കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന് വലിയ രീതിയിൽ മനംമാറ്റം ഉണ്ടാകുന്നു. അദ്ദേഹം തന്റെ മക്കളടക്കമുള്ള ഒരു മകനും മകളൊക്കെ അടക്കമുള്ള രാജകീയ റോയൽ മിഷണറി ടീമിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബുദ്ധമതം പ്രചരണത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നു. ആ പറഞ്ഞയക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സൗത്ത് ഇന്ത്യയിലൊക്കെ ബുദ്ധമതം വലിയ രീതിയിൽ എന്തെങ്കിലും ശക്തി പ്രാപിക്കുന്നതും വ്യാപിക്കുന്നതൊക്കെ. തമിഴ് ചരിത്രങ്ങൾ പറയുന്ന സംഘം ലിറ്ററേച്ചർ ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ പുറത്തിറക്കപ്പെട്ട പുസ്തകങ്ങളെയാണ് നമ്മൾ, അല്ലെങ്കിൽ പിന്നെ പ്രസിദ്ധീകരണങ്ങളെയാണ് നമ്മൾ സംഘം ലിറ്ററേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ്. അപ്പൊ ഇതിലൊക്കെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ബുദ്ധ മതകേന്ദ്രങ്ങളും ബുദ്ധക്ഷേത്രങ്ങളൊക്കെ നിലയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കരുനാഗപ്പള്ളി, അതുപോലെ കുന്നത്തൂര്, അമ്പലപ്പുഴ, ആല, പരുവശ്ശേരി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ആൻഷ്യന്റ് കേരളയിൽ ബുദ്ധമതത്തിന് വലിയ വേരോട്ടമുള്ള സ്ഥലങ്ങളായിരുന്നു. ശ്രീമൂലവാസം ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് വാസ് എ സിഗ്നിഫിക്കന്റ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആയിരുന്നു എന്നല്ല, അതിന്റെ സെന്റർ ഓഫ് പിൽഗ്രിമേജ് കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, മാത്രമല്ല അതോടൊപ്പം തന്നെ believed to have been a Hinayana seat of the learning that later evolved into a Mahayana center. ഈ ബുദ്ധമതത്തിൽ 2 സ്ട്രീമുകളാണല്ലോ, ഒന്ന് ഹിനായനയും അതുപോലെ ഒന്ന് മഹായാനയും. അങ്ങനെ ആദ്യത്തെ ഹിനായനയും പിന്നീട് അത് മഹായാന കേന്ദ്രമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബുദ്ധമതം ഏകദേശം 8-ാം നൂറ്റാണ്ടോട് കൂടി തന്നെ ബുദ്ധമതത്തിനും ഇതുപോലെ അതിന്റെ സ്വാധീനം ക്ഷയിക്കുന്നു. അവിടെ അതിന് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് ചാലഞ്ചായിട്ട് വന്നിരുന്നത് ഹിന്ദു റിഫോമേഴ്സ് ആയിരുന്നു. ഹിന്ദു മതത്തിന്റെ ഒരു റിവൈവലാണ് നമുക്കിവിടെ കാണാൻ പറ്റുക, അതിന്റെ ഒരു പുനരുജ്ജീകരണം. പ്രത്യേകിച്ച് ആദി ശങ്കരാചാര്യ അവരുടെ വരവ്, അവരുടെ പ്രചരണങ്ങൾ, അതോടൊപ്പം എന്ത് ചെയ്യുന്നു, അതിന്റെ മുമ്പിൽ ബുദ്ധമതത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം അതിന് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. എങ്ങനെയായാലും ഇന്നും നമ്മൾ നോക്കുമ്പോൾ ധാരാളം ക്ഷേത്രങ്ങളാവട്ടെ, അതിലും ധാരാളം നിർമ്മാണ കലകളാവട്ടെ നമ്മൾ നോക്കുമ്പോൾ ബുദ്ധമതത്തിന്റെ അതുപോലെ റിലീജിയസ് പ്രാക്ടീസിന്റെ വലിയ സ്വാധീനങ്ങൾ നമുക്ക് കേരളത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഹിന്ദു ടെമ്പിളുകളൊക്കെ നമ്മൾ അതിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറുമ്പ ഭഗവതി ടെമ്പിൾ കൊടുങ്ങല്ലൂരിലെ, അതുപോലെ ദുർഗ ടെമ്പിൾ ഇൻ പെരുവശ്ശേരി, ഇത് 2 ബുദ്ധിസ്റ്റ് അമ്പലങ്ങളായിരുന്നു എന്നല്ല. അതേപോലെ തന്നെ ബുദ്ധ പ്രതിമകൾ ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ മാവേലിക്കര, അതുപോലെ ഭരണിക്കാവ്, കരുമാടി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്നത് തന്നെ അവിടെ വലിയ രീതിയിൽ ബുദ്ധ മത കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ
അതേപോലെ ബുദ്ധമതത്തിന്റെ മറ്റൊരു സ്വാധീനം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടേം എഴുത്തുപള്ളി. നമ്മൾ സാധാരണ പള്ളിക്കൂടങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്, എലിമെന്ററി സ്കൂളുകൾക്കൊക്കെ എഴുത്തുപള്ളി എന്ന് ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു ടേം ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററികളിൽ നിന്ന്, ആശ്രമങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററികളിൽ ലേണിംഗ് സെന്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്ന പദമാണ് എഴുത്തുപള്ളി എന്നുള്ളത്. ഓക്കെ. ബുദ്ധമതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ സമാധാന സന്ദേശം തന്നെയാണ്. നോൺ വയലൻസ്, വെജിറ്റേറിയനിസം, അതുപോലെ ആബ്സിസ്റ്റൻസ്, എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പരിത്യജിക്കുക, വിട്ടു നിൽക്കുക, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള ഇത് ഇപ്പൊ ശബരിമല ക്ഷേത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പൊ ശബരിമലയിലെ ആളുകൾ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, അല്ലെ? ഈ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വ്രതം അവർ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഈ അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായിട്ട് ബുദ്ധമതവുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ളത് പിൽക്കാലത്ത് ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ആയുർവേദത്തിന്റെ പാരമ്പര്യം ഇതൊരു ബുദ്ധിസ്റ്റ് ട്രഡീഷന്റെ ഭാഗമായിട്ട് വന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Buddhism may have declined in Kerala. Its cultural and social influences continue to resonate in the state traditions and practices. നമ്മൾ ബുദ്ധമതക്കാർ എത്രമാത്രം ഉണ്ട്, എത്ര ശതമാനം ഉണ്ട്, അവർ എത്ര പേരുണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ വളരെ കുറവാണെങ്കിലും പക്ഷെ ആ ഒരു മതത്തിന്റെ അതിന്റെ ഒരു കൾച്ചറൽ പ്രാക്ടീസുകളെ, റിലീജിയസ് പ്രാക്ടീസിന്റെ ഒക്കെ നമുക്ക് ഇന്നും നിലനിൽക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ. ഈ ബുദ്ധവും ജൈന മതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഉത്ഭവിച്ചിട്ടുള്ള രണ്ട് ആൻഷ്യന്റ് മതങ്ങളാണെങ്കിൽ തന്നെയും അത് ഇന്ത്യയിലും അതുപോലത്തെ വിദേശത്തും വലിയ രീതിയിൽ സ്വാധീനം നേടിയിട്ടുള്ള വിപുലമായ അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ വലിയ ഒരു വ്യാപ്തി നേടിയിട്ടുള്ള രണ്ട് മതങ്ങളാണെന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, ഇനി ഈ ഒരു ബുദ്ധമതത്തിന്റെ കൂടെ കഴിയുമ്പോൾ പിന്നെ അവിടെ ആ ഒരു വാക്വം, അവിടെയുള്ള ആ ഒരു ശൂന്യത അത് പിന്നെ ഒക്കുപ്പൈ ചെയ്യുന്നത് ഹിന്ദുമതമാണ്. ഹിന്ദുമതം മൈഗ്രേഷൻ ഓഫ് ദ ബ്രാഹ്മിൻസ് ടു കേരള. ഏകദേശം നമ്മൾ പറയുന്ന ഇപ്പോ ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്, അല്ലെ? ആര്യന്മാര് വരുന്നത് എവിടെ നിന്നെന്ന് വെച്ചാൽ മധ്യ യൂറോപ്പിൽ നിന്നൊക്കെയാണ് അവർ വരുന്നത്. പ്രത്യേകിച്ചും അവിടെ നിന്നുള്ള അവരുടെ ആ വരവ് അത് ആദ്യമായിട്ട് വരുന്നത് അവർ ഹിമാലയം ഏരിയകളിലൊക്കെ കടന്ന് ഒരു സെക്കൻഡ് നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്കാണ് അവർ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, പല രീതിയിലുള്ള ചരിത്രങ്ങൾ അതേക്കുറിച്ച് പറയാറുണ്ട്. എങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിലേക്ക് ഈ ദ്രാവിഡ പിന്നെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ, നമ്മളൊരു ആന്ത്രപ്പോളജിക്കലായിട്ടൊക്കെ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകളുടെ ഒക്കെ രൂപം ഒരേപോലെയാണ്. നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളുടെ പിന്നെ ആകാര വടിവും അതുപോലെ അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ വലിയ മാറ്റം നമുക്ക് കാണാൻ പറ്റും. ചരിത്രത്തിൽ നോക്കുമ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട്. പ്രാക്ടീസുകൾ നോക്കുമ്പോൾ കൾച്ചർ, റിലീജിയൻ, ഇതിലൊക്കെ വലിയ മാറ്റമുണ്ട്. ഈ ഡിസ്റ്റിങ്ക്ട് എന്താ പറയാ ഫീച്ചേഴ്സ് എങ്ങനെ വന്നു എന്നതിനെ പറ്റി പറയുമ്പോൾ ആര്യന്മാരുടെ കടന്നുവരവാണ് അതെന്ത് ചെയ്യുന്നു, നോർത്ത് ഇന്ത്യയിൽ ഒരു പൂർണ്ണമായിട്ട് ഒരു ഒക്കുപ്പൈ ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന തദ്ദേശവാസികളായ ആളുകളെ സൗത്ത് ഇന്ത്യൻ ഭാഗത്തിലേക്ക് അവർ പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ അവിടേക്ക് ഈ ആര്യന്മാരെ പേടിച്ചുകൊണ്ട് അവർ താഴേക്ക് നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ ദ്രവീഡിയൻസ് അല്ലെങ്കിൽ ദ്രവീഡിയൻ കൾച്ചർ, ദ്രവീഡിയൻ ലാംഗ്വേജ്, അതുപോലെ റിലീജിയൻ ഒക്കെ വലിയ രീതിയിൽ സ്വാധീനം പ്രാപിക്കുന്നത്. അപ്പോ അതേ ആര്യന്മാർ എന്ത് ചെയ്യുന്നു, അവിടുന്ന് പിന്നീട് സൗത്ത് ഇന്ത്യയിലേക്കും അവർ കടന്നുവരികയാണ്. ഏകദേശം 3-ാം നൂറ്റാണ്ടോട് കൂടിയാണ് അവരുടെ വരവ്. ഈ വരവിനെ തുടർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ആര്യനൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ജാതിയിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു മതത്തിന്റെ ഉത്ഭവം ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഓക്കെ. അപ്പൊ വേദിക് ട്രഡീഷൻസ് അവിടെ തുടങ്ങുന്നു, കാസ്റ്റ് സിസ്റ്റം തുടങ്ങുന്നു, സാൻസ്ക്രിറ്റിക് കൾച്ചർ, സംസ്കൃത ഭാഷ തന്നെ, ആ സംസ്കൃത ഭാഷ ഇതുപോലെ വേദഭാഷയായിരുന്നു. ആ വേദഭാഷ വരുന്നതൊക്കെ ഈ ബ്രാഹ്മിനിസത്തിനെ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഹിന്ദുസത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ. അവര് പിന്നെ സെറ്റിൽ ആകുന്നത് ഭാരതപ്പുഴ, അല്ലെ, നദിയുടെ ഒരു തീരത്തൊക്കെയാണ് ആദ്യമായിട്ട് അവർ സെറ്റിൽ ആകുന്നത്. ആ സ്ഥലത്തിന് അറിയപ്പെടുന്ന അവരുടെ സെറ്റിൽമെന്റ് അറിയപ്പെടുന്നത് കഴകം എന്നുള്ള പേരിലാണ്. പയ്യന്നൂരിലും അതുപോലെ പറവൂരിലും പന്നിയൂർ, ചെങ്ങന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് അവർക്ക് ആദ്യമായിട്ട് അവരുടെ സെറ്റിൽമെന്റുകൾ വരുന്നത്. പിന്നീട് ഈ ബ്രാഹ്മിൻസ് ഇവര് അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന നമ്പൂതിരീസ് എന്നുള്ള പേരിലാണ്. അവര് രാജാക്കന്മാർ അവർക്ക് വലിയ പ്രത്യേകമായ സ്ഥാനങ്ങൾ കൊടുക്കുന്നു, വലിയ ഭൂമികൾ അവർക്ക് പതിച്ചു കൊടുക്കുന്നു, അവരെ പിന്നെ പൂജാരിമാരായിട്ടും അതുപോലെ പണ്ഡിതന്മാരായിട്ടും അവരോധിക്കുന്നു. ഇതിലൂടെ അവർക്ക് ലഭിച്ചിരുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ്, ആ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ പുതിയ അമ്പലങ്ങൾ നിർമ്മിക്കുന്നു, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണ് അവരെ ആര്യനൈസേഷൻ പ്രോസസ് എന്ത് ചെയ്യുന്നത് കേരളത്തിലുടനീളം വ്യാപിപ്പിക്കുന്നത്. ഈ ആര്യനൈസേഷൻ പ്രോസസ്സ് കേരള സൊസൈറ്റിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ജാതി സിസ്റ്റം ഇവിടെ ഇല്ലാതിരുന്ന ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നു, പൂർണ്ണമായും ജാതി സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ള. നമ്മൾ ഈ കാലഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ അടുത്ത കാലത്തെ പറ്റിയൊന്നല്ല നമ്മൾ പറയുന്നത്, BC 3rd century പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ കാസ്റ്റ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് അറിയാലോ. ബ്രാഹ്മിൻസ് ഏറ്റവും ടോപ്പിൽ വരുന്നു, പിന്നീടുള്ള 4 ജാതികൾ, അതിനും താഴെ പിന്നെ അൺടച്ചബിൾ ആയിട്ടുള്ള ജാതികൾ വരുന്നു. ഇവരെ സേവിക്കാനുള്ളവരാണ് മറ്റുള്ള ആളുകൾ എന്നുള്ള ഒരു പ്രത്യേകമായ ഒരു കാഴ്ചപ്പാട് ആളുകളിലേക്ക് ഇറക്കുന്നു. അതേപോലെ തന്നെ ഭക്ഷണപരമായ കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ അവർ കൊണ്ടുവരികയാണ്.
എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉന്നത ജാതിക്കാരനെ മുമ്പിൽ നിൽക്കാൻ പാടില്ല, കാണാൻ പാടില്ല, അല്ലെ? പിന്നെ സ്വാമി വിവേകാനന്ദനൊക്കെ കേരളത്തിനെ പിന്നെ ഭ്രാന്താലയം എന്ന് വിളിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് മറ്റുള്ളിടത്തൊക്കെ സ്പർശന അതിൽ അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ സ്പർശിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിരുന്നത്. ഇവിടെ അതിനും കടന്നുകൊണ്ട് ജാതീയത ദർശനത്തിലേക്ക് കൂടെ എത്തിയിരുന്നില്ല. എന്ന് പറഞ്ഞാല് ഉന്നത ജാതിക്കാരന് താഴ്ന്ന ജാതിക്കാരനെ കാണാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് കൂടെ എത്തിയിരുന്നില്ല. ഓക്കെ, അപ്പൊ അത്രയും ജാതിയുടെ അല്ലെങ്കിൽ ജാതീയതയുടെ ഒരു ഈറ്റില്ലമായി അതിന്റെ ഒരു വലിയ വളക്കൂറുള്ള മണ്ണായിട്ട് കേരളം നമ്മുടെ നാട് മാറിയെന്നു എന്നുള്ളതാണ് നമുക്ക് പിന്നീടുള്ള ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഭക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ബീഫ് ഉപയോഗിക്കാൻ പാടില്ല, മദ്യം ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെ ധാരാളം അവരുടെ ഒരു പിന്നെ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഭക്ഷണപരമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. വിദ്യാഭ്യാസം ഇതുപോലെ റെസ്ട്രിക്ട് ചെയ്യുന്നു. ഉന്നത ജാതിക്കാർക്ക് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, താഴ്ന്ന ജാതിക്കാർക്ക് പാടില്ല. ഇത് ജനറൽ ലിറ്ററസി, നമ്മൾ പറയുന്ന സാക്ഷരതയിൽ വലിയ ഒരു ഇടിവുണ്ടാക്കുന്നതിലേക്ക് എത്തിക്കുന്നു. അതുപോലെ സ്ത്രീകളുടെ സ്ഥാനം സമൂഹത്തിൽ വളരെയധികം എന്താ പറയുക തകരുന്നു. പിന്നെ ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹങ്ങൾ ഒരു സാധാരണയായിട്ട് മാറുന്നു. സ്ത്രീകൾക്ക് ഡൊമസ്റ്റിക് സ്ഫിയേഴ്സിൽ മാത്രമായിട്ട് അവർ ചുരുങ്ങുന്ന ഒരവസ്ഥ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആര്യനൈസേഷൻ നടക്കുമ്പോൾ അതോടൊപ്പം മറ്റൊന്ന്, the Brahminic influence was not imposed through military conquest, but through the cultural assimilation and strategic alliances with the local rulers. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രാഹ്മണിക്കൽ ഇൻഫ്ലുവൻസ് നമുക്ക് യുദ്ധം ചെയ്തുകൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു കൾച്ചറൽ പ്രോസസ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജാവ് മാറി അടുത്ത രാജാവ് വന്നാലും ഈ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നു, ഈ ഈ മതത്തിന്റെ പേരിലായിട്ട് ക്രമപ്പെടുത്തി വന്ന ഈ ഒരു ശ്രേണീകരണം, അതുപോലെ സമൂഹത്തിലുള്ള ഈ ഒരു ജാതീയ സാധനം ഇതങ്ങേ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ ആര്യനൈസേഷൻ നമ്മൾ ഈ പറഞ്ഞതെല്ലാം എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഈ ഒരു ബ്രാഹ്മണിക്കൽ സെറ്റിൽമെന്റിന്റെ വലിയ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ വലിയ ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്രിസ്ത്യാനിറ്റി കേരളത്തിലേക്ക് വരുന്നത് ഏകദേശം C 52 കൂടിയാണ്. നമ്മൾ പറയുന്ന AD സെന്റ് തോമസ് അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഇന്ത്യയിലേക്ക് വരുന്നു. അതോടൊപ്പം അദ്ദേഹം ഒരു 7 ചർച്ചുകൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് അല്ലെ കേരളത്തിലേക്ക് കടന്നു വരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ 7 ചർച്ചുകൾ ഉണ്ടാക്കുന്നു. അവിടുന്ന് ഒരുപാട് ആളുകളെ, ഇപ്പൊ നമ്പൂതിരി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളെ വരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറ്റുന്നു. ഇതോടുകൂടെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ക്രിസ്ത്യാനിറ്റിയുടെ കേരളത്തിലുള്ള ഒരു വരവും അവരുടെ വ്യാപനമൊക്കെ ഉണ്ടാകുന്നത്. ഈ ആളുകളാണ് പിന്നീട് സിറിയൻ ക്രിസ്ത്യൻസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. പിന്നെ അതേപോലെ തന്നെ ഒരു C 345 പിന്നെ ഈ സിറിയൻ ക്രിസ്ത്യൻസ് ഏകദേശം 400ഓളം വരുന്ന ക്രിസ്ത്യൻസ് സിറിയയിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അവർ വരുന്നതോട് കൂടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വലിയ രീതിയിൽ അവർ എന്ത് ചെയ്യുന്നു, അവരുടെ സ്വാധീനം വർദ്ധിക്കുന്നു. പിന്നെ അവർ ഒന്നുകൂടെ അത് പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന ചേര ചോള രാജാക്കന്മാരൊക്കെ അവരെ പാറ്റർനൈസ് ചെയ്യുകയും അവർക്ക് ചർച്ചകൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു, വ്യാപാരത്തിൽ അവർ അംഗീകരിക്കുന്നു, അതുപോലെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അവരെ ഉപയോഗപ്പെടുന്നു. അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ശേഷം പിന്നീട് ബ്രിട്ടീഷുകാർ മാത്രമല്ല യൂറോപ്യൻസ് വരുമ്പോൾ ഒന്നുകൂടെ ക്രിസ്ത്യാനിറ്റി സ്ട്രോങ് ആവുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റികളിലും അതുപോലെ നമ്മുടെ അർബൻ സെന്റേഴ്സിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അവർക്ക് ഭൂമികൾ കൊടുക്കുന്നു. ഒരുപാട് സ്കൂളുകളും കോളേജുകളും നിർമ്മിക്കാൻ അവർ ഇതാക്കുന്നു. മിഷണറി പ്രവർത്തനം, ഇതിന്റെയൊക്കെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്ന മിഷണറി പ്രവർത്തനങ്ങൾ, ആ മിഷണറി പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ അത് പിന്നെ ശക്തി പ്രാപിക്കുന്നു. അതൊക്കെയാണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുക. ഇനി മറ്റൊന്ന് അഡ്വന്റ് ഓഫ് ഇസ്ലാം, ട്രേഡ്, ഫെയ്ത്ത് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച്. മറ്റൊന്ന് ഇസ്ലാം മതത്തിന്റെ വരവാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഏകദേശം കേരളത്തില് ഇസ്ലാമിന്റെ ഒരു വരവ് AD 644 എന്ന് പറഞ്ഞാൽ 7ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക് മിഷണറി ആയിരുന്ന ഇറാഖിലെ കൂഫയിൽ നിന്നുള്ള മാലിക് ദിനാർ എന്ന് പറയുന്ന ഒരു പിന്നെ ആള്, ഒരു സ്കോളർ, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വരവോട് കൂടെയാണ് ഇസ്ലാം ഇവിടെ ആരംഭിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വില്യം ലോഗന്റെ ഇപ്പൊ മലബാർ മാനുവലൊക്കെ നമ്മൾ വായിക്കും, അതിൽ കൃത്യമായിട്ട് ഓരോ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ചരിത്രങ്ങളൊക്കെ ഇതുപോലെ വാമൊഴിയായി ലഭിച്ചിട്ടുള്ള ചരിത്രങ്ങളാണ് കേട്ടോ. അപ്പോ കൊടുങ്ങല്ലൂരിലെ ജുമാ മസ്ജിദ് ആദ്യമായി നിർമ്മിക്കപ്പെടുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ജുമാ മസ്ജിദ് ആയിട്ടാണ് കൊടുങ്ങല്ലൂർ പള്ളി അറിയപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ നിർമ്മിക്കാൻ കാരണം കൊടുങ്ങല്ലൂരായിരുന്നു അന്ന് ചേര രാജാക്കന്മാരുടെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത്. അപ്പൊ രാജാക്കന്മാർ അവരുടെ തലസ്ഥാന നഗരത്തിൽ തന്നെ അതിന് സ്ഥലം കൊടുക്കുന്നു, അവിടെ പള്ളി നിർമ്മിക്കപ്പെടുന്നു. ചേരമാൻ പെരുമാൾ ആയിരുന്നു അന്നത്തെ രാജാവ്. ആ രാജാവാണ് ഇവരെ പൂർണ്ണമായിട്ട് പാട്രണൈസ് ചെയ്യുന്നതൊക്കെ. പിന്നീട് മാലിക് ബിൻ ദീനാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് ട്രേഡ്, കച്ചവടക്കാരായിട്ടാണ് അവരിവിടെ വരുന്നത്. വലിയ സംഘങ്ങളായിട്ടാണ് ഇവിടെ വരുന്നത്. ആ വരുന്നതോട് കൂടെ തന്നെ പിന്നീട് ഇസ്ലാമിക പ്രബോധനം കൂടി അവരിവിടെ നടത്തുന്നു. ഇവിടുത്തെ ഈ ലോക്കൽ കമ്മ്യൂണിറ്റിയും അവരുടെ പിന്നെ ഒരു സോഷ്യൽ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരു രീതി കാണുന്നു. ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ രാജാവ് തന്നെയാണ് ആദ്യമായിട്ട് അതിൽ ആകർഷ്ടനാകുന്നതൊക്കെ. നമ്മൾ ആ ഒരു ചരിത്രമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കാണ്.
അപ്പോ മലബാർ കോസ്റ്റൽ ഏരിയകളിൽ ഏകദേശം 10ഓളം പള്ളികൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പണവും അതുപോലെ അതിനുള്ള സ്ഥലവും എന്ത് ചെയ്തു ഈ ചേരമാൻ പെരുമാൾ രാജാവ് പിന്നെ ഈ മാലിക് ബിൻ ദിനാറും അദ്ദേഹത്തിന്റെ സംഘത്തിന് നൽകിയിരുന്നതാണ്. ആ മാലിക് ബിൻ ദിനാർ പിന്നീട് കേരളത്തിൽ തന്നെ ജീവിക്കുകയും അദ്ദേഹം മരണപ്പെട്ടത് കാസർഗോഡുള്ള പിന്നെ മാലിക് ബിൻ ദിനാർ എന്ന് പറയുന്ന ആ ഒരു പള്ളിയിൽ തന്നെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിന്റെ കേരളത്തിലേക്കുള്ള ഒരു വരവ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇവിടുത്തെ ആൻഷ്യന്റ് മാരിടൈം ട്രേഡ് നെറ്റ്വർക്ക്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അറബികൾ ഇവിടെ കൃത്യമായിട്ട് വരുന്നത് ആദ്യമായിട്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാന്നുള്ളതിലുപരി അവരുടെ വ്യാപാരം എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. കാരണം വ്യാപാരത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ അറബികൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അറേബ്യൻ സീലാവട്ടെ അവർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ സ്പൈസ് റിച്ച് കോസ്റ്റുകളെ കൃത്യമായിട്ട് അവർ എന്താ പറയുക അനലൈസ് ചെയ്തിരുന്നു. മിഡിൽ ഈസ്റ്റും അതുപോലെ കേരളവും തമ്മിലുള്ള നമ്മൾ പറയുന്ന വെസ്റ്റ് ഏഷ്യയുമായി തമ്മിലുള്ള ബന്ധം, ഫിനീഷ്യൻസുമായിട്ടുള്ള ബന്ധം, അറബ്സുമായുള്ള ബന്ധം, ഈജിപ്ഷ്യൻസ്, ഇതൊക്കെ ഏകദേശം ഒരു BC 3-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ പിന്നെ തുടർന്നു പോന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അറബികൾ ഇവിടെ വരുന്നതും കാര്യങ്ങൾ എന്താ പറയാ ഈ ഒരു വ്യാപാരം തുടരുന്നതൊക്കെ. അതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇവർ വരുമ്പോഴാണ് മുഹമ്മദ് നബിയുടെ ഒരു പിന്നെ ഉദയമുണ്ടാക്കുന്നതും അങ്ങനെ ഒരു ഇസ്ലാമിന്റെ ഒരു പ്രബോധനം വരുന്നു. ഇവരുടെ വരുന്ന സമയത്ത് രാജാവ് അതേക്കുറിച്ച് അന്വേഷിക്കുന്നു. അങ്ങനെ ആ അന്വേഷണത്തിനെ തുടർന്നുകൊണ്ട് പിന്നീട് ഈ ചേരമാൻ പെരുമാൾ രാജാവ് തന്നെ മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടി മക്കയിലേക്ക് പോയി എന്നും അങ്ങനെ അവിടെ അദ്ദേഹം മുസ്ലിമായി അദ്ദേഹം ഒരു ലെറ്റർ കൊടുത്തു വിടുന്നു. ആ ലെറ്റർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന ഈ പെരുമാൾ രാജാക്കന്മാര് കൃത്യമായിട്ട് മുസ്ലിങ്ങളെ പാറ്റർനൈസ് ചെയ്യുന്നതും അവർക്ക് പള്ളി നിർമ്മിക്കാൻ വേണ്ട സ്ഥലവും അവർക്ക് പണവും നൽകുന്നതെല്ലാം എന്ന് വില്യം ലോഗന്റെ മലബാർ ചരിത്ര മാനുവലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. എനിവേ, but the first documented presence of the Muslims in Kerala dates back to 7th century CE, marked by the establishment of the Cheraman Juma Masjid in Kodungalur. ഏകദേശം 7-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന തെളിവ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസിന്റെ പ്രസൻസ് ഉണ്ടാകുന്ന തെളിവ് ഏതാന്ന് വെച്ചാൽ ഈ ചേരമാൻ പള്ളി എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതിനും ശേഷം മറ്റുള്ള ധാരാളം എക്സ്കവേഷൻസിലൂടെ ആർക്കിയോളജിക്കൽ പിന്നെ ഫൈൻഡിങ്സ് അതുപോലെ ആർക്കിയോളജിക്കൽ എവിഡൻസുകളൊക്കെ നമുക്ക് വേറെയും കാണാൻ പറ്റും. ഈ പള്ളി ഇത് ടു ഹാവ് ബീൻ ഫൗണ്ടഡ് ഇൻ 629 CE by Malik bin Dinar at the request of the Chera king, Cheraman Perumal, who reportedly converted to Islam after meeting with the Prophet Muhammad. മുഹമ്മദ് നബിയെ മക്കയിൽ പോയി കണ്ടു. മുഹമ്മദ് നബിക്ക് ഇവിടുത്തെ സ്പൈസസ് അദ്ദേഹം സമ്മാനിച്ചു എന്നും അങ്ങനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് മതം മാറി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഇവിടെ സംഭവിക്കുന്ന ഒരു മാറ്റം എന്താ, ഒരു സാമൂഹികപരമായ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന ഈ അറബ്സ് എന്ത് ചെയ്യുന്നു, അവർ സെറ്റിൽ ചെയ്യുന്നത് ഈ കോസ്റ്റൽ ഏരിയകളിലാണ്, എന്ന് പറഞ്ഞാൽ തീരദേശങ്ങളിലാണ്. ഈ തീരദേശങ്ങളിൽ അവർ ജീവിക്കുമ്പോൾ ചിലപ്പോ കടൽക്ഷോഭമായിരിക്കും, മാസങ്ങളോളം അവർക്ക് താമസിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയുമായി അവർക്ക് ഇടപഴകണം, സംസാരിക്കണം. ഈ സംസാരത്തിന്റെ ഭാഗമായിട്ട് മലയാളവും അതുപോലെ അറബിയും തമ്മിലുള്ള ആ ഒരു ഇടപഴകലിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ ഭാഷ വളർന്നു വരുന്നു. അതാണ് അറബ് മലയാളം എന്ന് പറയുന്നത്. വായിച്ചാൽ നമുക്ക് മലയാളമായിരിക്കും, പക്ഷെ എഴുത്ത് എങ്ങനെയാണ്, അറബിലാണ് നമ്മൾ എഴുതുക. ഇങ്ങനെ അറബി മലയാളം എന്നുള്ള പേരിൽ ആ ഒരു ഭാഷ വളർന്നു വരുന്നു. മറ്റൊന്ന് ഇന്റർ മാരേജുകളാണ്. ഇങ്ങനെ താമസിക്കുന്ന അറബികൾ എന്ത് ചെയ്യുന്നു, കച്ചവടക്കാരായിട്ട് വരുന്ന ആളുകൾ 3 മാസം 6 മാസം വർഷങ്ങളോടൊക്കെ താമസിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഇവിടുന്ന് വിവാഹങ്ങൾ കഴിക്കുന്നു. ഈ വിവാഹത്തിൽ ജനിക്കുന്ന മക്കള്, അതൊരു പുതിയ ജനറേഷൻ, ആ ജനറേഷനാണ് പിന്നീട് മാപ്പിള മുസ്ലിംസ് എന്നുള്ള പേരിലൊക്കെ ആയിട്ട് പിന്നീട് രൂപാന്തരപ്പെടുന്നത്. അപ്പൊ മാപ്പിള കമ്മ്യൂണിറ്റിയുടെ എന്താ പറയുക ഒരു വളർച്ച അങ്ങനെയാണ്. ഒരു കൾച്ചറൽ ഐഡന്റിറ്റി പൂർണ്ണമായിട്ട് വരുന്നത്. ഇസ്ലാമിക് പ്രാക്ടീസുകളുണ്ട്, അതോടൊപ്പം ലോക്കൽ ട്രഡീഷൻസ് ഉണ്ട്. അത് ഏറ്റവും വലിയ രസകരമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ഐഡന്റിറ്റിക്കൽ സ്റ്റഡി ഒക്കെ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അറബ് നാടുകൾ മുസ്ലിങ്ങളാകുന്ന സമയത്ത് അറബ് നാടുകളിലുള്ള ഒരു വേഷവിധാനങ്ങളൊന്നുമല്ല ഇവിടെ വരുമ്പോൾ ഇവിടെ ഉള്ളത് ലോക്കൽ ട്രഡീഷൻസ് എന്താണോ ആ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതക്കാരും മറ്റുള്ളവർ ധരിക്കുന്ന വേഷങ്ങൾ എന്താണോ അതേ വേഷം തന്നെയാണ് എന്ത് ചെയ്യുന്നത് മറ്റുള്ളവർ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലും വേറെ മറ്റൊരു ഹിസ്റ്റോറിക്കലായ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ മാപ്പിള എന്നുള്ള ടേം മുസ്ലിംസ് മാത്രമായിട്ടല്ല ഉപയോഗിച്ചിരുന്നത്. കാരണം ഒരു മഹാപിള്ള എന്നുള്ളൊരു മീനിങ് അതിനുണ്ടായിരുന്നു. ഇതുപോലെ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കച്ചവടക്കാർ എന്നുള്ളൊരു മീനിങ് അതിനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ജൂതന്മാർക്കും ഇടയിലും മാപ്പിള യൂത, അതേപോലെ തന്നെ മാപ്പിള നെസ്രാണി എന്നുള്ള പേരിൽ ക്രിസ്ത്യൻസ് ഒക്കെ ഈ മാപ്പിള എന്നുള്ള ടേം ഉപയോഗിച്ചിരുന്നതല്ല. ഈ മാപ്പിള എന്നുള്ള ആളുകളെ ഈ രാജാക്കന്മാരും അതുപോലെ ഭരണകൂടം വലിയ രീതിയിൽ ബഹുമാനിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതോടുകൂടെ മാപ്പിളമാര് എന്നാൽ മലബാറിൽ ഉണ്ടായിരുന്ന ഇന്ന് നമ്മൾ വിളിക്കുന്ന മാപ്പിളമാർ എന്ന് പറയുന്ന മുസ്ലിംസ് വലിയ രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരമൊക്കെ നടത്തിയ സമയത്ത് അവർക്കെതിരെ ഒരുപാട് അട്രോസിറ്റീസ് ആക്ടുകളൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നു. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ലോക്കൽ പ്രോവിൻസ് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഭരണകൂടങ്ങളോട് പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് ക്രിസ്ത്യൻ ആളുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളെ ഇനി മേലാൽ
ഞങ്ങളെ ഇനി മുതൽ മാപ്പിളമാര് എന്നുള്ള പേര് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക റിക്വസ്റ്റ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറുന്നതൊക്കെ. നിങ്ങൾ ആ ഒരു ടെർമിനോളജിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എനിവേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം അങ്ങനെ ഒരു പ്രത്യേകമായ റിച്വൽസ് അവിടെ വളർന്നു വരുന്നു, ഭാഷകൾ രൂപപ്പെട്ടു വരുന്നു. ഇങ്ങനെ മാപ്പിളമാർക്കിടയിൽ തന്നെ ധാരാളം ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രൂപ്പുകൾ തന്നെ വ്യത്യസ്തമായ ഇന്റർ മാരേജിന്റെ കാര്യത്തിൽ, മൈഗ്രേഷന്റെ കാര്യത്തിൽ, റിലീജിയസ് കൺവേഴ്സിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ കാണാം. മുസ്ലിംസിന്റെ ഇടയിൽ തന്നെ സയ്യിദ്മാര്, അതുപോലെ കെയീസ് അഥവാ കോയാസ് എന്ന് വിളിക്കുന്ന പ്രത്യേക വിഭാഗം, ബരാമീസ് എന്ന് വിളിക്കുന്ന വിഭാഗം, തെമീംസ് എന്ന് വിളിക്കുന്ന വിഭാഗം, പൂസ്ലാമാർ എന്ന് വിളിക്കുന്ന വിഭാഗം, ഒസ്സാമാർ എന്ന് വിളിക്കുന്ന വിഭാഗം, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത വിഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പാണക്കാട് തങ്ങന്മാർ എന്നൊക്കെ പറയില്ല, എന്ന പോലെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പരമ്പര എന്ന് പറഞ്ഞാൽ നബിയുടെ കൃത്യമായ പരമ്പരയിലേക്ക് അല്ലെങ്കിൽ നബിയുടെ ഡിസെൻഡൻസ് ആയിട്ട് അറിയപ്പെടുന്ന ആളുകളാണ് തങ്ങൾസ് എന്ന് വിളിക്കാം. പൂസ്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഫിഷർമൻ ആണ്, കൺവേർട്ട് ചെയ്ത ഹിന്ദു മതക്കാരായിരുന്ന പിന്നെ മത്സ്യത്തൊഴിലാളികൾ, അവർ കൺവേർട്ട് ചെയ്തതിന് അവരെയാണ് പൂസ്ലാസ് എന്ന് വിളിക്കുക, ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ. ഒസാൻമാർ എന്ന് പറഞ്ഞാല് പിന്നെ ബാർബേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഒസാൻമാർ എന്ന് വിളിക്കുക. അപ്പൊ എങ്ങനെയായാലും ഇങ്ങനെ മപ്പിളാസ്, അതുപോലെ കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലുള്ള ഈ മുസ്ലിംസ്, അവര് പിന്നെ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് സെറ്റിൽഡ് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ടാണ് മാപ്പിളമാരെ അറിയപ്പെടുന്നത്. പിന്നീട് അതിനുശേഷം അതിന്റെ മൈഗ്രേഷൻ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് സിംഗപ്പൂർ ആവട്ടെ, അല്ലെങ്കിൽ മലേഷ്യ ആവട്ടെ, തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ വലിയ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഏറ്റവും പഴക്കമുള്ള ഒരു സെറ്റിൽഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് മാപ്പിളമാര് അറിയപ്പെടുന്നത്. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പിന്നെ എന്താണ് വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ റാവുത്തർ ഫാമിലി കേരളത്തിൽ നല്ല തമിഴ്നാട് എന്ന് വന്ന് പിന്നീട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചുള്ള റാവുത്തർ ഫാമിലി ഇതുപോലെ എന്താ പറയാ ഈ വ്യാപാര ബിസിനസ് രംഗത്ത് വലിയ രീതിയിൽ മികച്ചു നിന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, ഒരു മുസ്ലിം ഫാമിലിയാണത്. ആർക്കിയോളജിക്കൽ എവിഡൻസ് പ്രകാരം അതുപോലെ ധാരാളം എന്താ പറയുക ഉമയ്യദ് കോയിൻസുകൾ. ഉമയ്യദ് കോയിൻസ് എന്നാൽ അറബ് ആദ്യകാലത്ത് പ്രവാചകന്റെ ഭരണം നടക്കുന്നു, അത് കഴിഞ്ഞ് ഖലീഫമാരുടെ കാലഘട്ടം, അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് സിറിയ ഡമസ്കസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഉമയ്യദ് ഭരണകൂടം, ഉമയ്യദ് ഡൈനാസ്റ്റിയാണ് അറബ് ഭരണകൂടത്തിൽ. അത് കഴിഞ്ഞ് വന്ന പിന്നെ ബഗ്ദാദ് കേന്ദ്രീകരിച്ചു വന്ന അബ്ബാസികളുടെ ഭരണമാണ്. അപ്പൊ ഈ ഉമയ്യദ് കാലഘട്ടത്തിലൊക്കെ നടന്ന വ്യാപാരം, ആ കാലഘട്ടത്തിലെ കോയിനുകൾ ഈ ആർക്കൈവൽ പിന്നെ എന്താ പറയുക ആർക്കിയോളജിക്കൽ എവിഡൻസുകളായിട്ട് കണ്ടിട്ടുണ്ട്. കോതമംഗലത്ത് നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രദേശത്ത് ഇസ്ലാമിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊന്ന് മുസ്ലിം മെർച്ചന്റ് അല്ലെങ്കിൽ കച്ചവടക്കാർ കേരളത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ധാരാളം തെളിവുകൾ 9ാം നൂറ്റാണ്ടിൽ പിന്നെ നിർമ്മിക്കപ്പെട്ട കൊയിലോൺ അഥവാ കൊല്ലം സിറിയൻ കോപ്പർ പ്ലേറ്റ്സ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാൻഡഡ് ബൈ ദ റൂളർ ഓഫ് ദ കൊല്ലം. ഈ ഒരു കോപ്പർ പ്ലേറ്റ് കൊടുക്കുന്നത് തന്നെ ആരാണ്? കൊല്ലത്തെ ഭരണാധികാരിയാണ്. കൊല്ലത്തെ ഭരണാധികാരി ഇവിടുത്തെ വേണാട് രാജാക്കന്മാരാണ്. ഓക്കെ, ഇപ്പൊ മുസ്ലിംസ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനെ തെളിവായിട്ട് അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഈ ഒരു പ്രദേശത്ത്. പിന്നെ അതിനും പുറത്ത് ധാരാളം അറബ് റൈറ്റേഴ്സ് അഥവാ അറബ് ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള അൽ മസൂദി, മുഹമ്മദ് അലി ത്രീസി, അബുൽ ഫിദ, അൽ ദിമഷ്കി തുടങ്ങിയിട്ട് ധാരാളം ആളുകൾ. ഇതൊന്നും മാത്രമൊന്നുമല്ല, വേറെയും ഒരുപാട് ഹിസ്റ്റോറിയൻസ് ഒക്കെ കേരളത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, കൊല്ലത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, കാലിക്കറ്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളെ കുറിച്ച് അവർ മലബാർ, മാലിബാർ, മണിബാർ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായ പേരുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവർ എഴുതിയതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ദ ടേം മലബാർ എന്നുള്ളത് അൽബിറൂനി, അതേപോലെ തന്നെ ഇബ്നു ഖുർദബ, ഇവർ രണ്ടുപേരുമാണ് ആദ്യമായിട്ട് മലബാർ എന്നുള്ള ടേം വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. അത് ദ്രവീഡിയൻ ഭാഷയായ മല എന്ന് പറഞ്ഞാൽ ഹിൽ എന്നും, പേർഷ്യൻ ഭാഷയായ ബർ അല്ലെങ്കിൽ അറബിക് വേർഡായ ബർ എന്ന് പറഞ്ഞാൽ കര. അപ്പൊ കുന്നുകളുടെ നാട് എന്നുള്ളതിൽ നിന്നാണ് ആ ഒരു ടേം വന്നത് എന്നൊക്കെ അത് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാലും ഈ മുസ്ലിംസിന് അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ മാരിടൈം ട്രേഡിലൂടെ വന്ന അറബ്സിന് വലിയ രീതിയിലുള്ള സ്വാധീനം നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. പിന്നെ വേറെയും ധാരാളം എന്താ പറയാ പോർട്ട് സിറ്റികൾ, കൊയിലാണ്ടി, മറ്റൊന്ന് ഇതുപോലെയുള്ള മുസ്ലിംസിന്റെ ഒരു തെളിവായിട്ട് കാണപ്പെടുന്ന ഒരു സാധനം എന്താ, കൊയിലാണ്ടി ജുമാ മോസ്ക്. ഏറ്റവും കേരളത്തിലെ ഏറ്റവും എന്താ പറയാ പഴക്കം ചെന്ന ഒരു മലയാളി അല്ലെങ്കിൽ ഒരു മലയാളം ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. മറ്റൊന്ന് മുച്ചുണ്ടി മോസ്ക്, കോഴിക്കോട് തന്നെ കുറ്റിച്ചിറ പള്ളി എന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ മിഷ്കാൽ പള്ളി എന്ന് പറയും. ഒരു 13ാം നൂറ്റാണ്ടിലുള്ള ഒരു ഗ്രാനൈറ്റ് ഇൻസ്ക്രിപ്ഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിലും ഈ അറബ് എന്താ പറയാ അതുപോലെ കേരളത്തിന്റെ ആ ഒരു ബന്ധം, ഒരു കച്ചവട ബന്ധത്തെ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സാമൂതിരി രാജാക്കന്മാരുടെ ഭരണ കാലഘട്ടത്തിൽ അറബ് വ്യാപാരികളെ അവർ പാറ്റർനൈസ് ചെയ്തിരുന്നു, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. ആ കാലഘട്ടത്തെ പറ്റി പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുക. മറ്റൊന്ന് മൊറോക്കൻ ട്രാവലർ ഇബ്നു ബത്തൂത്ത. അദ്ദേഹത്തിന് ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാര കുറിപ്പുകൾ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. 14ാം നൂറ്റാണ്ടിൽ അദ്ദേഹം കേരളത്തിൽ വന്നു എന്ന് മാത്രമല്ല, കോഴിക്കോട് അദ്ദേഹം 1 or 2 വർഷത്തോളം അദ്ദേഹം താമസിക്കുന്നതിന് വളരെ കൃത്യമായിട്ട് കോഴിക്കോടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇത്രയും സമാധാനപരമായ ഒരു ടൗൺ, ഒരു നഗരം എന്നാണ് കോഴിക്കോടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഫ്ലറിഷ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന, പുരോഗതി പ്രാപിച്ച ഒരു ടൗൺ എന്നുള്ള രീതിയിലാണ് കൊൽക്കത്തയൊക്കെ പിന്നെ കോഴിക്കോടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വന്നപ്പോ
അദ്ദേഹത്തിന്റെ 5-6ഓളം കപ്പലുകളിൽ അദ്ദേഹത്തിന്റെ ചരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കടൽക്ഷോഭമാണോ എന്താണ് അവിടെ സംഭവിച്ചെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ സംഭവത്തെ കുറിച്ച് പറഞ്ഞു പൂർണ്ണമായും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നു. പിന്നീട് അടുത്ത ഒരു എന്ന് പറഞ്ഞാല് മൺസൂൺ കഴിഞ്ഞ് പിന്നെ അന്തരീക്ഷം എന്ന് പറഞ്ഞുകൂടാ, കാലാവസ്ഥ അത് കറക്റ്റ് ആകുന്നതോടുകൂടെയാണ് പിന്നീട് അദ്ദേഹം തിരിച്ചു പോകുന്നതൊക്കെ. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ കോഴിക്കോടിനെ പറ്റി, സാമൂതിരിയെ പറ്റി, സാമൂതിരി രാജാവിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോഴിക്കോട് തുറമുഖം, സാമൂതിരി രാജാവാണ് രാജാവെങ്കിലും കോഴിക്കോട് തുറമുഖത്തിന്റെ പോർട്ട് കമ്മീഷണറായിട്ട് വെച്ചിരുന്നത് ഒരു അറബ് പിന്നെ വ്യക്തിയായിരുന്നു എന്നൊക്കെ അദ്ദേഹം അതിൽ പറയുന്നത്. ഷാ ബന്ദർ എന്നാണ് പറയുന്നത്. ഇബ്നു ബത്തൂതയുടെ പിന്നെ അതില് കാലിക്കറ്റിലെയും അതുപോലെ കൊല്ലം എന്ന് പറഞ്ഞാൽ കൊയിലാൻ എന്ന് പറഞ്ഞാൽ കൊല്ലം, ഇബ്രാഹിം ഷാ ബന്ദർ ആൻഡ് മുഹമ്മദ് ഷാ ബന്ദർ ഇവർ രണ്ടുപേരെയുമായിരുന്നു പോർട്ട് കമ്മീഷണർമാരായിട്ട് വെച്ചിരുന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് അറക്കൽ, കണ്ണൂർ ബേസ് ചെയ്തുകൊണ്ടുള്ള അറക്കൽ രാജവംശം അല്ലെ, അവിടെ നിന്നുള്ള പിന്നെ ആ രാജവംശം, അവരുടെ വരവ്, അവരുടെ പിന്നെ ആ ഒരു ഇൻഫ്ലുവൻസ്, ഇതെല്ലാം ആ ഒരു പഴയ കാലഘട്ടത്തിൽ തന്നെ എന്താ പറയാ മലബാർ കോസ്റ്റിലെ മുസ്ലിംസിന്റെ ഒരു പ്രാധാന്യത്തെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോ ഈ ഒരു നമ്മൾ പറയുന്ന ഒരു ആൻഷ്യന്റ് പീരീഡ് കഴിഞ്ഞ് പിന്നീട് പോർച്ചുഗീസുകാരൊക്കെ വരുമ്പോൾ അത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് പോർച്ചുഗീസുകാർ 1498 കോഴിക്കോട് കാപ്പാട് കടലിറങ്ങുന്നതോട് കൂടെ തന്നെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് വളരെ സംഭവബഹുലമായ ചരിത്രമാണ് ആരംഭിക്കുന്നത്. സാമൂതിരി രാജാവിന്റെ അധീശത്വത്തെ അവർ ചോദ്യം ചെയ്യുന്നു. അതിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് രാജാവും അദ്ദേഹത്തിന്റെ നായർ പടയൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോൾ അതോടുകൂടെ തന്നെ സൈന്യമായി ചേരുന്നത് പിന്നീട് മാപ്പിളമാരായിട്ടുള്ള മുസ്ലിംസ് ആണ്. ആ മുസ്ലിംസിനെ അദ്ദേഹത്തെ അവരെ അതിനുവേണ്ടി പ്രചോദിപ്പിക്കുന്നത് പൊന്നാനിയിൽ ഉണ്ടായിരുന്ന നമ്മൾ പറയുന്ന സൈനുദ്ദീൻ മക്തൂം എന്ന് പറയുന്ന പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ ഏറ്റവും വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ് തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകം എഴുതി മുസ്ലിങ്ങളെ മുഴുവൻ മൊബിലൈസ് ചെയ്തുകൊണ്ട് സാമൂതിരി രാജാവിന് വേണ്ടി നമ്മളെല്ലാവരും സൈന്യത്തിൽ ഇറങ്ങണം, യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കുഞ്ഞാലി മരക്കാർസ്, നമ്മൾ പറയുന്ന നാവൽ മോഹൻലാലിന്റെ ഫിലിമൊക്കെ വന്നിരുന്നല്ലോ മരക്കാർസ് അല്ലെ. അപ്പൊ ആ ഒരു കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരു ഫാമിലി, അതിൽപ്പെട്ട മരക്കാർമാർ എന്ന് പറഞ്ഞാൽ ഒരു ഡെസിഗ്നേഷൻ ആണ്, ഒരു കുടുംബ പേരാണ്. അങ്ങനെയുള്ള ആളുകൾ അവരാണ് സാമൂതിരിയുടെ നാവൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്. അവരാണ് പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരെ പല യുദ്ധങ്ങളിലും മടക്കുന്നതും അവരെ തോൽപ്പിക്കുന്നതും ഒക്കെ. അപ്പോ ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഒരു മുസ്ലിംസിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മുസ്ലിംസിന്റെ ചരിത്രം നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവസാന കാലമാകുമ്പോഴേക്കും പിന്നെ എന്താ സംഭവിക്കുന്നത്? സാമൂതിരി രാജാവിനെ പിന്നെ പോർച്ചുഗീസുകാരുമായിട്ട് സന്ധിയിലാകുന്നു. ആ സന്ധിയിലാതിന്റെ പുറത്ത് പിന്നെ കുഞ്ഞാലി മരക്കാലപ്പെട്ട ആളെ പിടിച്ചു കൊടുക്കുന്നു. അവസാനം അദ്ദേഹത്തിന് തലയാറത്തിട്ട് ഗോവയിൽ കൊണ്ടുപോയിട്ട് അവര് തല പ്രദർശിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ അറബിക്കടൽ പൂർണ്ണമായും ഞങ്ങളുടെ അധീനതയിലായി എന്ന് പ്രഖ്യാപിക്കുന്നതൊക്കെയാണ് പിന്നീട് കാണാൻ പറ്റുക. അതോടുകൂടെ സാമൂതിരി രാജാവിന്റെ ആ ഒരു അധികാര പിന്നെ എന്താ പറയാ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ഡോമിനേഷൻ പൂർണ്ണമായിട്ട് അസ്തമിക്കുകയാണ്. പിന്നീട് പൂർണ്ണമായിട്ട് പോർച്ചുഗീസുകാരുടെ അണ്ടറിലേക്കാണ് മലബാർ പൂർണ്ണമായിട്ട് നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ എങ്ങനെയായാലും ഈ കേരളത്തിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ ധാരാളം അത് എൻകൗണ്ടേഴ്സ് ആയാലും പിന്നെ ആന്റി കൊളോണിയൽ മൂവ്മെന്റുകളാണെങ്കിലും ഒക്കെ മുസ്ലിംസിന്റെ ആ ഒരു പ്രസൻസ് നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പോർച്ചുഗീസുകാരുടെ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ അറബികളെ തോൽപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഏറ്റവും ആദ്യമായിട്ട് അവർ ചെയ്യുന്നത് അറബികളെ തോൽപ്പിക്കുക. അറബികളെ തോൽപ്പിച്ചതിന് ശേഷം കേരളവുമായിട്ടുള്ള സ്പൈസ് ട്രേഡ് അതിന്റെ ഒരു പിന്നെ മൊണോപ്പൊളി നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അവരെ ഏകദേശം അതിൽ വിജയിക്കുമ്പോഴേക്കും പിന്നീട് അടുത്ത ടീം അഥവാ ഡച്ചുകാർ വന്നിട്ട് പിന്നെ പോർച്ചുഗീസുകാരെ തോൽപ്പിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഡച്ചുകാർ ഏകദേശം ഇവിടെ ഒരു അസ്തിത്വമൊക്കെ ഉറപ്പിക്കുന്ന സമയമാകുമ്പോഴേക്കും ബ്രിട്ടീഷുകാർ വന്ന് പിന്നീട് അവരെ തോൽപ്പിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റും. കോളനൈസേഴ്സ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിലെ മണ്ണിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ എനിവേ 18ാം നൂറ്റാണ്ടോട് കൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ മലബാറിൽ പിന്നെ എന്താ ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചുകൊണ്ട് മൈസൂർ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്യുന്നു, അദ്ദേഹം മലബാറിലേക്ക് ഇൻവൈഡ് ചെയ്യുന്നു. ഇൻവൈഡ് ചെയ്യുന്ന കൂടെ അവിടെ പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഈ സാമൂതിരിയുടെ ഭരണകൂടം കഴിയുമ്പോൾ അല്ലെങ്കിൽ സാമൂതിരിയുടെ ഒരു ഡൈനാസ്റ്റി ഡിസിന്റഗ്രേറ്റ് ആവുന്നതോട് കൂടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ പോർച്ചുഗീസുകാരാണ് പിന്നീട് ആ വാക്വം അവരാണ് പിന്നെ അവിടേക്ക് അടിച്ചു കയറുന്നത്. അങ്ങനെ ഈ സ്പൈസ് ട്രേഡുകളും എല്ലാം അവരെന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് ഒരു മോണോപ്പൊളി ചെയ്യുന്നു. അതിലവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിങ്ങളെ ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകളെ അതുപോലെ വ്യാപാരികളായിട്ട് വരുന്ന മുസ്ലിംസിനെ പൂർണ്ണമായും അകറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ മറ്റുള്ള എന്ന് പറഞ്ഞാൽ ജന്മികളെയും ഹിന്ദു ജന്മിമാരെയൊക്കെ അവർ പാട്രണൈസ് ചെയ്യാണ്. അതുപോലെ അവരോട് ലോയലായി നിൽക്കുന്ന ആളുകളെ പാട്രണൈസ് ചെയ്യുന്ന ഒരു സമീപനമാണ് പോർച്ചുഗീസുകാർ സ്വീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ തകർന്നു പോവാണ്, ഡിസിന്റിഗ്രേറ്റ് ആവുകയാണ്. മാത്രമല്ല അവർ ഈ പോർട്ട് സിറ്റികളിൽ നിന്നൊക്കെ പൂർണ്ണമായും മൈഗ്രേറ്റ് ചെയ്തിട്ട് റൂറൽ തലങ്ങളിലേക്ക് അവർ മാറിപ്പോവാണ്.
ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ വലിയൊരു സോഷ്യൽ ചേഞ്ച് ആയിട്ട് ഒരു സോഷ്യൽ മാറ്റമായി നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അതിന് തിരിച്ചുവരവ് സംഭവിക്കുന്നത് 18ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്യുന്നു, മലബാർ പൂർണ്ണമായും കീഴടക്കാണ്. ഈ കീഴടക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെയാണ് അവിടുത്തെ അധികാര സ്ഥാനങ്ങളിലൊക്കെ നിയമിക്കുന്നത്. അപ്പൊ അതോടുകൂടെ വീണ്ടും മുസ്ലിംസ്, അതുപോലെ പിന്നെ പോർച്ചുഗീസുകാര് ഈ ലാൻഡ് ഓണർഷിപ്പ് പൂർണ്ണമായിട്ട് മുസ്ലിങ്ങളിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ആ ഒരു സംവിധാനത്തിന് അതും എന്ത് ചെയ്യുന്നു, ടിപ്പു സുൽത്താൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മുസ്ലിംസിന് വീണ്ടും പഴയ പോലെ തന്നെ ലാൻഡ് ഓണർഷിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പൊ അതോടുകൂടെ പിന്നെ പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രതാപം മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു, ടിപ്പു സുൽത്താന്റെ കാലത്തിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു റിവേഴ്സ് എക്കണോമിക്കലി ആയിട്ടും കൾച്ചറലി ആയിട്ടൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പിന്നീട് ഏകദേശം ബ്രിട്ടീഷുകാരുടെ വരവാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ബ്രിട്ടീഷുകാരുടെ വരവ് വരുമ്പോൾ അവിടെയും ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടുന്നതും അവരോട് സമരം പ്രഖ്യാപിക്കുന്നതും അതുപോലെ പോരാട്ടങ്ങൾ നടത്തുന്നതിലൊക്കെ ഈ മലബാർ കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ മലബാർ റീജിയനിലുള്ള മുസ്ലിംസ് വളരെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ സാമ്പത്തികമായും കൾച്ചറലി ആയിട്ടും ഒക്കെ വളരെയധികം ഡിസിന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് മാത്രമല്ല, പൂർണ്ണമായിട്ടും അവര് തകർക്കപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഉണർവുണ്ടാകുന്നത് ഏകദേശം നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതും അതോടൊപ്പം 1970s തുടങ്ങിയിട്ടുള്ള ഗൾഫ് മൈഗ്രേഷനെ തുടർന്നുകൊണ്ടൊക്കെയാണ് പിന്നീട് മുസ്ലിങ്ങൾ അതിൽ വീണ്ടും ഒരു തിരിച്ചുവരവ് നടക്കുന്നതൊക്കെ. ആ ബ്രിട്ടീഷുകാരോടുള്ള ഇന്റൻസ് ഫൈറ്റിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു 1921 നടന്ന 1921 റിവോൾട്ട് അല്ലെങ്കിൽ മലബാർ സമരം അല്ലെങ്കിൽ മലബാർ പിന്നെ എന്താ പറയാ കുടിയാൻ സമരം എന്നൊക്കെ പറയുന്ന 1921 സംഭവബഹുലമായ ആ സമര ചരിത്രം. ഓക്കെ, മറ്റൊന്ന് 1970 തന്നെ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, പിന്നെ 70കൾക്ക് ശേഷം പിന്നീട് ഗൾഫ് റഷ് അഥവാ വലിയ രീതിയിൽ ഓയിൽ കണ്ടുപിടിക്കുന്നു, ഗൾഫ് ബൂം നമ്മൾ പറയുന്ന രീതിയിൽ ഗൾഫിലെ രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധിയിലേക്ക് പോകുന്നു, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരുന്നു. അപ്പൊ അങ്ങോട്ടുള്ള മൈഗ്രേഷൻ, ഈ മൈഗ്രേഷനാണ് പിന്നീട് മുസ്ലിം കമ്മ്യൂണിറ്റിയെ വീണ്ടും എന്ത് ചെയ്യുന്നത്, വളരെ ശക്തിപ്പെടുത്തുന്നത്. അതിലൂടെ പുറം രാജ്യങ്ങളിൽ പോയി വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് സമ്പാദിച്ച് അത് നേടിയെടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, വീണ്ടും ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ പുതിയ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുക, അതുപോലെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുക, അതിലൂടെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, മക്കളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു പുതിയ ജനറേഷൻ, പിന്നീട് വന്ന ജനറേഷൻ എന്ത് ചെയ്യുന്നു, വളരെ സാമ്പത്തികമായിട്ടും അതുപോലെ കൾച്ചറലി ആയി അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷണലി ആയിട്ടൊക്കെ വളരെ എന്താ പറയുക കേപ്പബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ വളർത്തിയെടുക്കുന്നതിൽ സാധിച്ചു എന്നുള്ള. പിന്നെ പ്രധാനപ്പെട്ട കേരളത്തിലെ മലബാറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സംസ്ഥാപനം, കാലിക്കറ്റ് എയർപോർട്ടിന്റെ വരവ്, IIMകളുടെ മലബാർ ഏരിയയിലുള്ള ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വരവൊക്കെ ഈ കമ്മ്യൂണിറ്റിയെ എന്താ പറയാ എംപവർ ചെയ്യുന്നതിൽ വലിയൊരു പ്രാധാന്യം പിന്നെ അല്ലെങ്കിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റൊന്ന് കേരളത്തിലെ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ പ്രധാനമായിട്ടും സുന്നി വേർഷൻ അഥവാ സുന്നി ശ്രേണിയെ സ്വീകരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഷാഫി സ്കൂൾ ഓഫ് തോട്ട്. അതിൽ തന്നെ വ്യത്യസ്തമായ സ്കൂളുകളുണ്ട്. ഷാഫി, ഹനഫി, അംബലി, മാലിക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ ബുദ്ധിസ്റ്റില് നമ്മൾ പിന്നെ മഹായാന, അതുപോലെ ഹനയാന, അങ്ങനെ രണ്ടെണ്ണം പറഞ്ഞല്ലോ. എന്ന പോലെ തന്നെ ഈ ഇസ്ലാമിലുള്ള ഈ സുന്നി സെക്റ്റിലുള്ള എന്താ പറയാ സ്കൂളുകളെയാണ് ഷാഫി, അലൈ, ഹനഫി, അംബലി, മാലിക്കി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്നാൽ അതേപോലെ തന്നെ ഒരു വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗം സലഫിസം അല്ലെങ്കിൽ സലഫികളായിട്ടുള്ള വിഭാഗം കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് അവർക്കിടയിൽ മുസ്ലിംസിന്റെ ഇടയിലുള്ള ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നല്ല. അതോടൊപ്പം തന്നെ മാരേജ് എന്നുള്ളതിന് ഇസ്ലാമിൽ കാണുന്നത് ഒരു സോഷ്യൽ കോൺട്രാക്ട്, രണ്ടുപേരും തമ്മിലുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കരാറായിട്ടാണ്. ആ കരാറ് രണ്ടുപേർക്കും ഇഷ്ടപ്പെടാത്ത ഒരു സമയം വരുമ്പോൾ അതോടൊപ്പം തന്നെ അതൊരു ഒരു ദൈവികപരമായ ഒരു ആരാധന കൂടിയായിട്ടാണ് മുസ്ലിംസ് അതിനെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വേളയിൽ ആ വിവാഹത്തിന് അല്ലെങ്കിൽ രണ്ടുപേരും അതിൽ നിന്ന് വിസമ്മതിക്കുന്ന പക്ഷം അവർക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള, ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാനുള്ള ഒരു അവസരം കൂടി ആ ഒരു മതത്തെ എന്താ പറയുക വെക്കുന്നുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സെലിബസി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സെലിബസി അഥവാ ബ്രഹ്മചര്യം പാടില്ല എന്ന് പറയുന്ന ഒരു മതം കൂടിയാണ് ഇസ്ലാം. എന്ന് പറഞ്ഞാൽ എല്ലാവരും വിവാഹം കഴിക്കണം എന്നുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് എന്നല്ല. മറ്റൊന്ന്, ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മുസ്ലിംസിന്റെ ഇടയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും മക്കത്തായും അതുപോലെ മാട്രിലീനിയലും അതുപോലെ പാട്രിലീനിയൽ രണ്ട് സിസ്റ്റം കാണാൻ പറ്റും. മാട്രിലീനിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ മരുമക്കത്തായം അഥവാ വിവാഹം കഴിക്കാൻ വേണ്ടി പുരുഷന്മാർ എന്ത് ചെയ്യണം, പെണ്ണിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകണം. വിവാഹം കഴിഞ്ഞാലും അങ്ങനെ അവരുടെ വീട്ടിലാണ് താമസം ഉണ്ടായിരിക്കുക. അപ്പോൾ സ്ത്രീകൾ അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു രീതി, പ്രത്യേകിച്ച് പൊന്നാനിയുടെ ഭാഗങ്ങളിൽ അതുപോലെ കണ്ണൂര്, കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോഴും അത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് അറക്കൽ രാജവംശത്തിന്റെ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നത്. മറ്റൊരു സാധാരണഗതി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ തന്നെ
പുരുഷൻ വിവാഹം കഴിച്ചിട്ട് ഭാര്യയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി. എന്നിരുന്നാലും ഇതിനൊക്കെ തുടർന്നുകൊണ്ട് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, അതിനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും എന്താ പറയാ വലിയ രീതിയിൽ മുസ്ലിം സമൂഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ റിച്ച് ആയ കൾച്ചറൽ, അതുപോലെ ട്രഡീഷണൽ ആർട്ട്, അതുപോലെ കൾച്ചറൽ ഫെസ്റ്റിവലുകൾ കൊണ്ട് നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവോഷൻ, അതുപോലെ നെറേറ്റീവ് സോങ്സ് ആണ്. ചിലപ്പോൾ അതിൽ സംഭവങ്ങളായിരിക്കും പറയാ, യുദ്ധങ്ങളായിരിക്കും പറയാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അറബിയിലും മലയാളത്തിലും തമിഴിലൊക്കെ പാട്ടുകളിൽ അവൈലബിൾ ആണ്. റിലീജിയസ് ഗാദറിങ്ങുകളിൽ, വെഡിങ്ങുകളിൽ, ഫെസ്റ്റിവലുകളിലൊക്കെ അത് ആലപിക്കുക. മറ്റൊന്ന് അതേപോലെ തന്നെ ഒപ്പന അവരുടെ ഒരു പ്രധാനപ്പെട്ട കലാരൂപം, അതുപോലെ ദഫ്മുട്ട്, പിന്നെ ഇങ്ങനെയുള്ള എന്താ പറയാ ഇതൊക്കെ അവരുടെ കൾച്ചറൽ എന്താ പറയാ ആർട്ട് രൂപങ്ങളായിട്ട് അറിയപ്പെടുന്നു. മറ്റൊന്ന് ഉറൂസുകളാണ്, നല്ല സെലിബ്രേഷൻസ്, ദർഗകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സൂഫി ആയ ആളുകളുടെ ദർഗകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പൊന്നാനിയില്, കുന്നമംഗലം, അതുപോലെ മക്ബറകൾ, അതിന് മക്ബറകൾ എന്നാ പറയാം. പ്രത്യേകിച്ച് മലബാർ റീജിയനിലൊക്കെ നടക്കുന്ന ഉറൂസുകൾ. ഇപ്പൊ നമ്മള് ഇവിടെ തെക്കൻ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇവിടെ കരുനാഗപ്പള്ളിയിലും അതുപോലെ എന്താണ് ഭീമാപ്പള്ളിയൊക്കെ നടക്കുന്നത് പോലെയുള്ള വലിയ രീതിയിലുള്ള ഉറൂസുകൾ. അപ്പൊ ഇവിടെ ഖുർആൻ റിസൈറ്റേഷൻ, നമ്മൾ ഖുർആൻ പാരായണങ്ങൾ ഉണ്ടായിരിക്കും. മറ്റുള്ള കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ ഈ ഒരു വേളയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കമ്മ്യൂണിറ്റിയുടെ ഒരു യൂണിറ്റി, അതോടൊപ്പം തന്നെ ഒരു ആർട്ടിസ്റ്റിക് ഹെറിറ്റേജ്, നല്ല കമ്മ്യൂണിറ്റിയുടെ കലാപരമായ പ്രകടനങ്ങൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് ഇത്തരം വേദികളിൽ, ഇത്തരം അവസരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഈ കമ്മ്യൂണിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു പ്രധാനമായിട്ടും പാട്രിയാർക്കൽ കമ്മ്യൂണിറ്റിയാണ്, അഥവാ ഫാദർ റൈറ്റ് സിസ്റ്റമാണ് സ്വീകരിക്കുന്നത്. ഫാദർ റൈറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പുരുഷ ശ്രേണിയിലൂടെയുള്ള ഒരു കുടുംബ പേരുകളെ അല്ലെങ്കിൽ കുടുംബ രീതികളെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. മാട്രിലീനിയൽ നമ്മൾ നേരത്തെ പറഞ്ഞ മരുമക്കത്തായ്മ അല്ലെങ്കിൽ ആ ഒരു രീതി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വിസിറ്റിംഗ് മാരേജ് എന്നുള്ള പേരിലാണ് ഈ ഒരു മരുമക്കത്തായത്തിൽ ഹസ്ബൻഡുമാരുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ റോള് പരിഗണിക്കപ്പെടുന്നത്. അത് ഇപ്പോൾ തന്നെ നോർത്ത് മലബാറിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഭാഷാപരമായിട്ട് മുസ്ലിംസ് അവരുടെ സ്വന്തമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അറബ് കോണ്ടാക്ട്, നമ്മൾ പറഞ്ഞു മാരിറ്റൈൽ ട്രേഡ്, അതുപോലെ അറബികളുമായിട്ടുള്ള ഇടപഴകലുകൾ, ഇതിനൊക്കെ തുടങ്ങി തന്നെ ദ്രവീഡിയൻ ഭാഷ മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അറബി ഭാഷയുമായിട്ട് സിങ്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഡയലക്ട് അവർ രൂപപ്പെടുത്തിയെടുക്കുന്നത്, അതാണ് അറബി മലയാളം എന്ന് പറയുന്നത്. ഈ അറബി മലയാളത്തിൽ അതിന് അറബി പാട്ടുകൾ, അതുപോലെ ധാരാളം മതഗ്രന്ഥങ്ങളൊക്കെയാണ് ഇപ്പോഴും അതിൽ എഴുതപ്പെടുന്നത്. ഇപ്പോഴും അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകങ്ങൾ തന്നെയുണ്ട്. ഇപ്പൊ സമസ്ത എന്ന് പറഞ്ഞാൽ കേരളത്തില് ഈ മദ്രസകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അവരുടെ ഏറ്റവും ഔദ്യോഗികമായ പ്രസിദ്ധീകരണം ഇപ്പോഴും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് അറബ് മലയാളത്തിൽ തന്നെയാണ്. അതുപോലെ നമ്മൾ ചന്ദനക്കുടം അല്ലെങ്കിൽ നേർച്ച പള്ളികളിലും അതുകൂടെ ഉണ്ടാകുന്ന ഈ ഉറൂസുകൾ നമ്മൾ പറഞ്ഞു, മറ്റു ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ചന്ദനക്കുടം, വരവ് എന്നുള്ളതൊക്കെ. ഓക്കെ, അതുപോലെ മറ്റൊന്ന് മാപ്പിള ഫൗണ്ട് ദ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായിട്ടും ഈ മാപ്പിള ഐഡന്റിറ്റി അല്ലെങ്കിൽ മാപ്പിള ചരിത്രം അതിനെ മുറുകെ പിടിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് ഈ മാപ്പിളാസ് എന്ന് പറയുന്നത്. അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിലുണ്ടാവണമെന്നില്ല, പക്ഷെ മെജോറിറ്റി എന്ന് പറയാൻ വയ്യ, പക്ഷെ ഒരു വലിയൊരു അളവിൽ മാപ്പിളമാർ അണിനിരക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊക്കെ. അപ്പൊ പൊളിറ്റിക്കലി ആയിട്ടും അവരെന്ത് ചെയ്യുന്നു, അവരുടെ സിമ്പലുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയാണ്. അതിന്റെ ഭാഗമായി അധികാര പങ്കാളിത്തം, പവർ ഷെയറിംഗിൽ വരുന്നു. അങ്ങനെ എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി എംപവർമെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴും ഒരു ഐഡന്റിക്കലായി വളരെ സജീവമായി നിലകൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാപ്പിള കമ്മ്യൂണിറ്റിയെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്തൊരു യൂണിറ്റിലേക്ക് കൂടെ നമുക്ക് പോവാം. ഇവിടെ ഓൺലൈനായിട്ട് നിങ്ങൾ ഉണ്ടല്ലോ അല്ലെ? ഹലോ പോയോ? ബിജു പി, ലൈല, ഷഹാബെ? ഞാനുണ്ട്, ഇത്തിരി വെള്ളം എടുക്കാൻ പോയതാ കുടിക്കാൻ. ഓക്കെ. ഞാൻ നോക്കാണ് ഇടയ്ക്കൊക്കെ ഇവിടെ ആളുകൾ ഉണ്ടോ ഇല്ല എന്ന് നോക്കിയതാ. ഇവിടെ ഒരു ബിജു വന്നിട്ടുണ്ട്. ബിജു അതെ ഞാൻ കണ്ടു, ഞാൻ വിളിച്ചു. പുള്ളി ഇവിടെ ലൈനിൽ ഇല്ലാതെ തോന്നുന്നുണ്ട്. അപ്പോ നമ്മുടെ ഈ ഒരു ഒന്നാമത്തെ ഒരു യൂണിറ്റ് തീർന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇമ്പീരിയൽ പവേഴ്സ് ആൻഡ് കേരള, ക്രിസ്ത്യാനിറ്റി ആൻഡ് ലാറ്റിനൈസേഷൻ പ്രോസസ്. അപ്പോ ഒന്നാമത്തെ ഒരു യൂണിറ്റിൽ നമ്മളൊരു കൾച്ചറൽ കോണ്ടാക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ഈ ഒരു ഇപ്പൊ സെക്കൻഡ് ബ്ലോക്ക് അല്ലേ സാർ എടുക്കുന്നത്? അതെ. അതിലിപ്പോ 2 യൂണിറ്റേ ഉള്ളോ? 2 യൂണിറ്റേ ഉള്ളൂ. ഈ ഒരു പുസ്തകത്തിൽ നമ്മുടെ മിക്ക യൂണിറ്റുകളും മിക്ക എല്ലാ ബ്ലോക്കുകളും 2 യൂണിറ്റ് വീതേ ഉള്ളൂ. ശരി സാർ, ശരി, ആയിക്കോട്ടെ. ഓക്കെ സാർ. ക്ലാസ് കേട്ടിരുന്നോ? മനസ്സിലായില്ലേ?
കേട്ടിരുന്നു, മനസ്സിലായി. മുഴുവൻ വിടാതെ കേട്ടിരുന്നു. നമ്മുടെ പഴയ ചരിത്രങ്ങളും മറ്റേ ചരിത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അതെ, കാര്യങ്ങൾ തന്നെയാണ്. പോർച്ചുഗീസുകാർ വന്നു, അത് കഴിഞ്ഞ് ഡച്ചുകാര്, പിന്നെ ഇംഗ്ലീഷുകാര്, പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കേട്ടു. നമ്മളിതൊക്കെ അതെ, പഠിച്ചിട്ടുള്ളതാണ്, പ്ലസ് ടുവിന് പഠിച്ചിട്ടുണ്ട്. അതെ, അതെ. പിന്നെ അതുകൊണ്ട് പിന്നെ ഇതിപ്പോ ഒന്നും കൂടി പറഞ്ഞപ്പോ ഒന്നും കൂടി മനസ്സിലായി. അതെ, അതെ. ഓക്കെ, ഓക്കെ, ഓക്കെ. ശരി ഇനി സാർ. രണ്ടാമത്തെ തരത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റി. അത് ക്രിസ്ത്യാനിറ്റിയുടെ വരവ്, ആ ഒരു സാമൂഹികപരമായ അവർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇന്റർ കണക്ഷൻ, അതിനെ തുടർന്നുള്ള സാംസ്കാരികപരമായ, സാമ്പത്തികപരമായ, പൊളിറ്റിക്കലി, എക്കണോമിക്കലി ആയിട്ട് വരുന്ന ഇമ്പാക്റ്റുകളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ രണ്ടാമത്തെ യൂണിറ്റ് ഇമ്പീരിയൽ പവേഴ്സ് ആൻഡ് കേരളം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ലാറ്റിനൈസേഷൻ പ്രോസസ് എന്നുള്ളതാണ്. ഇതില് ഇവിടെ നമ്മൾ നേരത്തെ തുടങ്ങുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൊളോണിയൽ ഇന്റർവെൻഷൻ കേരളത്തിൽ, അല്ലെങ്കിൽ ഒരു കൊളോണിയൽ എന്താ പറയുക അഡ്വന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരൊക്കെ വരുമ്പോൾ, അപ്പോൾ അവരുടെ ഒരു വരവോട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ക്രിസ്ത്യാനിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ആക്കുന്നതൊക്കെ. പക്ഷേ വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ക്രിസ്ത്യാനിറ്റി ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ക്രിസ്ത്യാനിറ്റി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള, അത് സെന്റ് തോമസ് പിന്നെ എന്താ നമ്മൾ പറയുന്ന ബി സിയിൽ കേരളത്തിൽ എത്തുന്നു. അദ്ദേഹത്തെ ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരായിട്ടുള്ള ചോള രാജാക്കന്മാരായിട്ടുള്ള ആളുകൾ, ഹിന്ദു രാജാക്കന്മാർ തന്നെ അദ്ദേഹത്തിനെ പാറ്റർനൈസ് ചെയ്യുന്നു. സ്വന്തമായിട്ട് ഒരു ചർച്ച് അല്ലെങ്കിൽ ആരാധനാലയം നിർമ്മിക്കാൻ വേണ്ടി അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നു, ഭൂമി പതിച്ചു നൽകുന്നു, അതുപോലെ വ്യാപാരത്തിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ കേരളത്തിന്റെ ഒരു റിച്ച് കൾച്ചർ ആയിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുക. അപ്പോ ഇതില് ഞാൻ വായിക്കുന്ന പേജ് നമ്പർ 54 ഉണ്ട്, 54. ഈ ദ ഡച്ച് ടെമ്പ, പിന്നെ അതെ, അപ്പൊ അതിലെ തുടക്കത്തിൽ ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ജസ്റ്റ് പിന്നെ ഇവിടെ വന്ന പോർച്ചുഗീസുകാരും അതുപോലെ ഡച്ചുകാരും അതുപോലെ ഇംഗ്ലീഷുകാരൊക്കെ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ലോക്കലി ആയിട്ട് വളർന്നു വന്ന ഒരു ക്രിസ്ത്യാനിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ലോക്കൽ കസ്റ്റം എന്ന ക്രിസ്ത്യാനിറ്റിയുടെ എല്ലാവിധ പ്രിൻസിപ്പിൾസിനെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ സ്വന്തമായിട്ട് ഇവിടുത്തെ നമ്മൾ പറയുന്ന തദ്ദേശീയമായിട്ട് വളർന്നു വന്ന ഒരു ക്രിസ്ത്യൻ മതമുണ്ട്. ഈ മതത്തിനെ മാറ്റി പൂർണ്ണമായിട്ടും അവരുടെ യൂറോപ്യൻ സ്റ്റൈലിലേക്ക് അതിനെ മാറ്റാനുള്ള ഒരു ശ്രമത്തിനെയാണ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ലാറ്റിനൈസേഷൻ പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യന്മാർ, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാർ വലിയ രീതിയിൽ ശ്രമിച്ചപ്പോൾ അതിനെ ഇവിടുത്തെ നാട്ടുകാരായ തദ്ദേശവാസികളായ ക്രിസ്ത്യാനികൾ വലിയ രീതിയിൽ അതിനെ റെസിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ കൂനൻ കുരിശ് കേട്ടിട്ടുണ്ടായിരിക്കും. കൂനൻ കുരിശ് സംഭവം അങ്ങനെയാണ്. ആളുകൾ വന്ന് പിന്നെ എന്താണ് വലിയ രീതിയിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് പ്രതിജ്ഞ ചെയ്യാണ്, ഞങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളുടെ മതത്തിനെ, ഈ തദ്ദേശീയമായ എലമെന്റുകളെ ഞങ്ങൾ ഒരിക്കലും തന്നെ എന്താ പറയാ ഒഴിവാക്കുകയില്ല, ഞങ്ങളുടെ ഈ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മതത്തിൽ തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ സത്യപ്രതിജ്ഞ ചെയ്യാണ്. അപ്പോ അതോടുകൂടി തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്രിസ്ത്യാനിറ്റി അവിടെ രണ്ട് വിഭാഗമായി തിരിയുന്നു. ഒന്ന് യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയെ അംഗീകരിക്കുന്ന ആളുകളും, മറ്റൊന്ന് ഇവിടുത്തെ ലോക്കൽ എന്താ പറയുക ക്രിസ്ത്യാനിറ്റിയെ എന്താ പറയാ അംഗീകരിക്കുന്ന ആളും അല്ലെങ്കിൽ അതിനെ കൊണ്ടു നടക്കുന്ന ആളുകളുമായിട്ട്. അപ്പോ ഒരു കൾച്ചറലി ആയിട്ട് യൂറോപ്യൻസ് അല്ലെങ്കിൽ വെസ്റ്റേൺ അല്ലെങ്കിൽ കൊളോണിയൽ പവേഴ്സ് ഇവരെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഒരു ലോക്കൽ എലമെന്റുകളെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ക്രിസ്ത്യാനിറ്റിയെ തന്നെ എന്ത് ചെയ്യുന്നു ഇവിടെ പിന്നെ വളർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകാൻ പിന്നെ റിലീജിയസ് അതോറിറ്റി അല്ലെങ്കിൽ റിലീജിയസ് ലീഡർഷിപ്പ് അതിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ കോളനൈസേഷൻ ആൻഡ് കേരള ട്രാൻസ്ഫോർമേഷൻ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ യൂണിറ്റ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ആദ്യമായിട്ട് അറബികളുടെ വരവും, അത് കഴിഞ്ഞ് പിന്നീട് സാമൂതിരി രാജാവരെ പാറ്റർനൈസ് ചെയ്യുന്നതും, വലിയ രീതിയിൽ എന്താ പറയുക ട്രേഡ് ഫ്ലറിഷ് ആകുന്നതും, അങ്ങനെ ഈ വ്യാപാരം വലിയ രീതിയിൽ പിന്നെ എന്താ പറയുക റിച്ച് ആകുന്ന അല്ലെങ്കിൽ വ്യാപാരം പല രീതിയിൽ ഫ്ലറിഷ് ആകുന്ന ആ ഒരു സമയത്താണ് യൂറോപ്യൻ പവേഴ്സ് ഇത് എവിടെ നിന്നാണ് വരുന്നതും അവർ ഇതിന്റെ ഒരു ഉത്ഭവമൊക്കെ അവർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ. അതിനെ തുടർന്നുകൊണ്ടാണ് പിന്നീട് പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെ ഒക്കെ വരവ് ഈ കേരളത്തിലേക്കും അതുപോലെ ഇന്ത്യയിലേക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് അറിയുന്നത് പോലെ ബ്രിട്ടീഷുകാർ ഈ പിന്നെ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നു, വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ അവർ വരുന്നു. അവര് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ദ പോർച്ചുഗീസ് എസ്റ്റാബ്ലിഷ് എ ഫൂട്ട് ഹോൾഡ് ബൈ അലൈങ് വിത്ത് ദ രാജ ഓഫ് കൊച്ചി. ആദ്യമായിട്ട് അവർ ചെയ്യുന്ന സാമൂതിരി എതിർക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് കൊച്ചി രാജാവുമായിട്ട് ഒരു സന്ധിയിലെത്തുകയാണ്. അങ്ങനെ കൊച്ചി രാജാവിന്റെ ഒരു സഹായം തേടിയിട്ടാണ് അവർ സാമൂതിരി എന്ത് ചെയ്യുന്നത്, പിന്നീട് സാമൂതിരിക്കെതിരെ തിരിയുന്നതൊക്കെ. സാമൂതിരിക്കെതിരെ തിരിയുമ്പോൾ അവിടെ അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കുഞ്ഞാലി മരക്കാർ ചേർന്നു. അഥവാ സാമൂതിരിയുടെ നാവൽ കമാൻഡർമാരായിട്ടുള്ള കുഞ്ഞാലി മരക്കാരായിരുന്നു. അപ്പോ ഇവരെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്,
പോർച്ചുഗീസുകാര് വലിയ രീതിയിൽ നേരിടുന്നതും അവരെ തോൽപ്പിക്കുന്നതും, എന്നിട്ട് അവര് കൊച്ചി രാജാവിന്റെ സഹായത്തോടു കൂടെ തന്നെ പൂർണ്ണമായിട്ട് ഈ ഒരു വ്യാപാര ആധിപത്യം അവർ പൂർണ്ണമായിട്ട് നേടിയെടുക്കുന്നതൊക്കെ. ഈ കുഞ്ഞാലിമരക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നാവൽ കമാൻഡേഴ്സ് ആയിരുന്നു സാമൂതിരിയുടെ. കോഴിക്കോടുള്ള ഒരു കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു അവരുടെ കേന്ദ്രം. ഏകദേശം കുഞ്ഞാലിമരക്കാർ നാലാമൻ വരെ ഉള്ള ഒരു പിന്നെ ആളുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ കുഞ്ഞാലിമരക്കാർ നാലാമനെയാണ് പിന്നീട് പോർച്ചുഗീസുകാരെ പിടിച്ചുകൊണ്ടുപോകുന്നതും അവരെ എക്സിക്യൂട്ട് ചെയ്യുന്നതും തൂക്കിലെറ്റുന്നതും, എന്നിട്ട് അവരുടെ റെസിസ്റ്റൻസ് മൂവ്മെന്റിന്റെ പൂർണ്ണമായി ഡിഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ തലയൊക്കെ ഗോവയിലെ അവരുടെ കോട്ടയിൽ പ്രദർശിപ്പിക്കുന്നതൊക്കെ. പിന്നെ ഡച്ച് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഇൻവോൾവ്മെന്റ് പ്രത്യേകിച്ച് 17-ാം നൂറ്റാണ്ടോട് ആരംഭിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു കൊല്ലവും അതുപോലെ കൊച്ചിയൊക്കെ അടങ്ങുന്ന സ്ഥലങ്ങളിലാണ് അവർ പൂർണ്ണമായിട്ടും ചെയ്യുന്നത്. ആദ്യമായിട്ട് കൊച്ചിയിൽ കോട്ട കെട്ടുന്നതൊക്കെ ഡച്ചുകാരാണ്. ഓക്കെ, അങ്ങനെ അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ പോപ്പുലേഷനുമായി ഇടപഴകുന്നു. പ്രധാനമായിട്ടും ഇങ്ങനെ വരുന്ന ഈ കൊളോണിയൽ പവേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് വ്യാപാരം ആ ഒരു വ്യാപാരത്തിൽ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത്. ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഇവിടെ ലൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ റോമക്കാരുടെ ചരിത്രം, വെനീഷ്യക്കാരുടെ ചരിത്രം, ഗ്രീക്കുകാരുടെ ചരിത്രം, അറബ്സിന്റെ ചരിത്രമൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതൊരു പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ആയിരുന്നില്ല എന്നല്ല, ഒരു ഡോമിനേഷന് വേണ്ടിയുള്ള ഒരു ഇന്റർവെൻഷൻ ആയിരുന്നില്ല, മറിച്ച് ഒരു നാച്ചുറൽ ട്രേഡ് ആയിരുന്നു എന്നല്ല. നാച്ചുറൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു സാധാരണ രീതിയിലുള്ള ഒരു വ്യാപാരം മാത്രമായിരുന്നു. അപ്പൊ ഒരു കൊടുക്കൽ വാങ്ങലുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് വളർന്നു വന്നിട്ട് ഒരു പക്ഷേ കൾച്ചറലി ആയും എക്കണോമിക്കലി ആയിട്ടൊക്കെ വന്നെങ്കിലും പൊളിറ്റിക്കലി ആയിട്ട് ഒരിക്കലും തന്നെ അത് വന്നിരുന്നില്ല. നമുക്ക് എവിടെയും റോമക്കാരായ കച്ചവടക്കാരായ രാജാക്കന്മാർ നമുക്ക് കാണാൻ വയ്യ, ഫിനീഷ്യക്കാരായ രാജാക്കന്മാർ നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഫിനീഷ്യക്കാർ ഇവിടെ ഭരിച്ചിട്ടില്ല, അതുപോലെ അറബ്സ് ഇവിടെ ഭരിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ചരിത്രവും പിന്നീട് വന്ന കൊളോണിയൽ പവേഴ്സിന്റെ ഒരു ചരിത്രവും രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് സാമൂഹിക തലത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോ കൊച്ചിയില് ഈ ഡച്ചുകാരാണ് പിന്നെ ഡച്ച് പാലസ്, അതുപോലെ തന്നെ പിന്നെ ബംഗ്ലാവ്, ഫോർട്ട് കൊച്ചിയിലുള്ള ബംഗ്ലാവ് നിർമ്മിക്കുന്നതും അവിടെ അവരുടെ ഒരു ഡച്ച് ആർക്കിടെക്ചറൽ സ്റ്റൈല് തന്നെ കൊണ്ടുവരുന്നതൊക്കെ ഈ ഡച്ചുകാരാണ്. പിന്നീട് അതിനെ തുടർന്നുകൊണ്ട് ധാരാളം നിർമ്മിതികൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. പിന്നെ 1604 ഏകദേശം ഡച്ചുകാരെന്ത് ചെയ്യുന്നു, അവര് കോഴിക്കോടുള്ള സാമൂതിരിയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. ആ ഒരു കരാറോട് കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അവരുടെ ഇവിടെയുള്ള ഈ വ്യാപാരം റെഗുലറൈസ് ചെയ്യപ്പെടുകയാണ്. അതെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു പിന്നെ എല്ലാ അധികാരത്തോടു കൂടെ നോർമലൈസ് ചെയ്യപ്പെടുന്നു. അധികാരത്തോടു കൂടെ തന്നെ ഇവിടെ അവർക്ക് കച്ചവടം നടത്താനുള്ള ഒരു അവസരം അവർക്കിവിടെ ഉണ്ടാകും നമുക്ക് കാണാൻ പറ്റും. ഡച്ചുകാർ മലബാർ കോസ്റ്റിൽ ഉടനീളം തീരദേശത്തുടനീളം അവർ ഇതുപോലെ കോട്ടകൾ നിർമ്മിച്ചിരുന്നല്ല. പ്രത്യേകിച്ച് പിന്നെ സെന്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂരിൽ അവർ നിർമ്മിച്ച കോട്ട, അതേപോലെ തന്നെ മറ്റൊന്ന് പോർച്ചുഗീസ് സെമിത്തേരി കൊല്ലത്തുള്ള പിന്നെ അവരുടെ കോട്ട, ഇങ്ങനെയുള്ള ധാരാളം ഈ ഒരു തീരദേശങ്ങളിലൊക്കെ അവരവരുടെ സൈനികപരമായ നീക്കങ്ങൾക്കൊക്കെ വേണ്ടി അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കോട്ടകൾ അവർ നിർമ്മിച്ചിരുന്നതല്ല. ഈ ഡച്ചുകാരാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോർച്ചുഗീസുകാരെ പൂർണ്ണമായിട്ടും സ്പൈസ് ട്രേഡ് എന്നുള്ള അവരുടെ ഒരു ആധിപത്യത്തിൽ നിന്ന് അവരെ തോൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ പുറത്താക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഈ ഡച്ചുകാര് അവരുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ കേരളം ഉടനീളം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ തെക്കോട്ട് നീങ്ങിയപ്പോൾ അവിടുത്തെ ട്രാവൻകൂറിലെ ഭരണാധികാരിയെ മാർത്താണ്ഡവർമ്മയാണ് അവിടുത്തെ രാജാവ് ഉണ്ടായിരുന്നത്. 1741 എന്ത് ചെയ്തു വെച്ചാല് ഈ ഡച്ചുകാരും അതുപോലെ മാർത്താണ്ഡവർമ്മയും അല്ലെങ്കിൽ ട്രാവൻകൂറും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഇവിടെ സംഭവിക്കുന്ന വലിയ രസകരമായ കാര്യം എന്താ വെച്ചാൽ കുളച്ചൽ യുദ്ധം, അല്ലെ, നമ്മളെ കേട്ടിട്ടുണ്ടായിരുന്നു. കുളച്ചൽ യുദ്ധത്തിൽ വെച്ചിട്ട് മാർത്താണ്ഡവർമ്മ ഈ ഡച്ചുകാരെ തോൽപ്പിക്കുന്നു. ഡച്ചുകാരെ തോൽപ്പിച്ചെന്ന് മാത്രമല്ല 24ഓളം വരുന്ന ഡച്ച് ഓഫീസേഴ്സിനെ അത് പിടികൂടുന്നു. അതിലവരുടെ ഒരു അഡ്മിറൽ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അഡ്മിറൽ അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ അതോ ട്രാവൻകൂർ ആർമിയിലെ അതിന്റെ പിന്നെ ട്രെയിനറായിട്ട് അല്ലെങ്കിൽ അവരെ മോഡേണൈസ് ചെയ്യുന്ന ഓഫീസറായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു യുദ്ധത്തോടു കൂടെ പിന്നെ ഡച്ചുകാരുടെ ഇൻഫ്ലുവൻസ് പൂർണ്ണമായിട്ടും അസ്തമിക്കുകയാണ്, അല്ലെങ്കിൽ അത് തകരുകയാണ്. അതോടുകൂടെ പിന്നെ ഡച്ചുകാരെന്ത് ചെയ്യുന്നു, മവേലിക്കര ട്രീറ്റ് 1753 അവര് ലോക്കൽ റൂളറുമായി ഉണ്ടാക്കിയ ആ ഒരു ട്രാവൻകൂർ രാജാവുമായി ഉണ്ടാക്കിയ ആ ഒരു മവേലിക്കര ട്രീറ്റിയോടുകൂടെ അവർ പൂർണ്ണമായിട്ടും പൊളിറ്റിക്കൽ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡിൽ അവർ പിന്മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റും. അതോടുകൂടെ തന്നെ ഡച്ച് ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നു, അത് പിന്നീട് ഗ്രാജുവലി അത് തകരുന്നത് കാണാൻ പറ്റും. 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി പിന്നീട് എന്ത് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്യൻ പവറായിട്ട് വരുന്നു. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടെ പിന്നീട് ഓരോ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർ അവരുടേതായ രീതിയിൽ അവർ പിടിച്ചടക്കാൻ തുടങ്ങുന്നു. ഡച്ചുകാരുടെ അതുപോലെ ഫ്രഞ്ചുകാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ പിന്നീട് ബ്രിട്ടീഷുകാരെ പൂർണ്ണമായിട്ട് കൈയടക്കുന്ന നമുക്ക് കാണാൻ പറ്റുക.
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രത്യേകിച്ചും അദ്ദേഹം 18ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് എന്ത് ചെയ്തു, ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചോട് കൂടെയാണ്, അഥവാ തേർഡ് നമ്മൾ പറയുന്ന ആംഗ്ലോ മൈസൂർ യുദ്ധം, ആ മൂന്നാം മൈസൂർ യുദ്ധത്തില് എന്താ പറയാ ബ്രിട്ടീഷുകാരെ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുന്നു. ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം 1792 നടക്കുന്നു. അതോടുകൂടെ മലബാർ അഥവാ നമ്മൾ പറയുന്ന പൂർണ്ണമായിട്ടും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്രിട്ടീഷുകാർ വളരെ ഈസി ആയിട്ട് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം പിന്നീട് അവർ ട്രാവൻകൂർ കൊച്ചിയിലുള്ള രാജാക്കന്മാരുടെ അലയൻസ് ആണ് സ്ഥാപിക്കുന്നത്. ഇവിടെ മലബാർ കേരളത്തിന്റെ നോർത്തേൺ ഭാഗങ്ങളിൽ മാത്രമാണ് ബ്രിട്ടീഷുകാർക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യം വന്നത്. കാരണം ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയോട് കൂടെ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മാപ്പിളമാര് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ യുദ്ധങ്ങളും അതുപോലെ വലിയ റെസിസ്റ്റൻസ് മൂവ്മെന്റുകളൊക്കെ കാണാൻ പറ്റും. വാഗൺ ട്രാജഡി ആയാലും അതുപോലെ അതേ തുടർന്ന് വന്ന മലബാർ കലാപം, അതുപോലെ ധാരാളം അവിടെ എന്താ മലബാർ ഏരിയയിൽ ബ്രിട്ടീഷുകാരുമായുള്ള പൂക്കോട്ടൂർ യുദ്ധം, അതുപോലെ ചേറൂർ യുദ്ധം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഓമാനൂർ യുദ്ധം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പോരാട്ടങ്ങൾ ആ പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാല് മലബാർ കഴിഞ്ഞ് കൊച്ചി രാജാവുമായിട്ടോ അല്ലെങ്കിൽ ട്രാവൻകൂർ രാജാവുമായിട്ടോ ഒരിക്കലും തന്നെ ബ്രിട്ടീഷുകാർക്ക് യുദ്ധമോ അല്ലെങ്കിൽ ഒരു സംഘടനമോ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അവരുമായിട്ട് എന്താ പറയാ പീസ്ഫുൾ ട്രീറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ട്രീറ്റിയിൽ ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാണ് ഉണ്ടായിരുന്നത്. ഒരേ സമയത്ത് കൊച്ചി രാജാവിനും ട്രാവൻകൂർ രാജാവിനും സംരക്ഷണം കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ അവരുടെ കൊമേഴ്ഷ്യലായിട്ട് അവർക്ക് എൻറിച്ച് ആകുന്നു, ബ്രിട്ടീഷുകാരും അതോടൊപ്പം തന്നെ എൻറിച്ച് ആകുന്ന ഒരു രീതിയാണ് കാണാൻ സാധിച്ചിരുന്നത്. അപ്പോ പിന്നീട് അവിടെ നമ്മൾ മലബാർ എന്ന് പറയുമ്പോൾ വെറും ഒരു മാപ്പിള മുസ്ലിംസിന്റെ മാത്രമല്ല, 19ാം നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ബ്രിട്ടീഷുകാരുടെ പോരാട്ടം നടത്തിയ മറ്റൊരു കേരള നേതാവ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോരാട്ടം നടത്തിയ ഒരു രാജാവാണ് പഴശ്ശിരാജ. പഴശ്ശിരാജയെ നമ്മൾക്ക് അറിയാമല്ലോ അല്ലെ. പഴശ്ശിരാജയുടെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും തലശ്ശേരി വയനാട് പ്രദേശമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഗറില്ല ടാക്ടിക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ അവസാന സമയത്താണ് പിന്നീട് എന്താ പറയാ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അദ്ദേഹം അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യുന്നതും അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വലിയ വെല്ലുവിളിയൊക്കെ ഉയർത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു പഴശ്ശിരാജ എന്നുള്ളത്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നോർത്തേൺ കേരള അല്ലെങ്കിൽ മലബാർ റീജിയനിലായിരുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ വ്യാപാരങ്ങൾ എന്താ പറയാ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടി റോ മെറ്റീരിയൽസ് ലൈക്ക് പെപ്പർ, കോക്കനട്ട് ആൻഡ് കാഷ്യൂ നട്ട്സ് ഇതൊക്കെ കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടി റോഡുകളും ഒരുപാട് റെയിൽവേ സൗകര്യങ്ങളൊക്കെ നിർമ്മിച്ചു. ഇത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ്. ഇനി കേരളാസ് ക്രിസ്ത്യൻ ട്രഡീഷൻസ്. ഇനി ഇതേ തുടർന്നുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വളർച്ചയും അതുപോലെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു മതത്തിന്റെ വികാസം പ്രാപിച്ചതൊക്കെ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഏകദേശം AD 1-ാം നൂറ്റാണ്ടോട് കൂടെ തന്നെ എന്ന് പറഞ്ഞാല് സെന്റ് തോമസ് എന്താ പറയാ അദ്ദേഹത്തിന്റെ വരവോട് കൂടെ തന്നെ കേരളത്തിലെ ക്രിസ്ത്യാനിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വളരെ നമ്മളൊക്കെ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ അസ്യൂം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പേ തന്നെ ക്രിസ്ത്യാനിറ്റി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നല്ല. ഏകദേശം C 52 കൂടെയാണ് എന്ത് ചെയ്യുന്നത് സെന്റ് തോമസ് ഇവിടെ വരുന്നത്. 7ഓളം ചർച്ചുകൾ അദ്ദേഹം ആദ്യമായിട്ട് മലബാർ കോസ്റ്റിൽ അദ്ദേഹം സ്ഥാപിക്കുന്നത്. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരില്, പാളയൂര് ആൻഡ് കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അറിയപ്പെടുന്നത് സെന്റ് തോമസ് ക്രിസ്ത്യൻസ് ഓർ നെസ്രാനിയൻ എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത്. ഈ നെസ്രാനി എന്നുള്ള പേരാണ് പിന്നീട് ഒരുപാട് കാലത്തോളം ആ ഒരു പേരാണ് വ്യാപിച്ചിരുന്നത്. ക്രിസ്ത്യൻ ഫെയ്ത്ത് വിത്ത് ലോക്കൽ കസ്റ്റംസ് അതായിരുന്നു. എന്ന് പറഞ്ഞാൽ വിശ്വാസം ക്രിസ്ത്യാനിറ്റിയാണ്, പക്ഷെ ഇവിടുത്തെ എന്താ പറയാ ആചാരങ്ങളാണ് ആളുകൾ കൊണ്ടു നടന്നിരുന്നത്. അതിൽ തന്നെ വലിയൊരു അളവോളം ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൺവേർട്ടഡ് ആയ ആളുകളായിരുന്നു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ക്രിസ്ത്യാനിറ്റിയിലേക്കും അതുപോലെ ഇസ്ലാമിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ മതം മാറാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ ജാതീയതയായിരുന്നു എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മതങ്ങളിലേക്കൊക്കെ കുടിയേറിയ അല്ലെങ്കിൽ മതം മാറിയ ആളുകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും താഴേക്കടയിലുള്ള ആളുകളായിരുന്നു. നമ്മൾ പറഞ്ഞ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ്. A significant event in the history in the migration led by Thomas of Cana. മറ്റൊരു സംഭവിക്കുന്നത് 4-ാം സെഞ്ചുറിയിൽ AD 4-ാം സെഞ്ചുറിയിൽ ഒരു നമ്മൾ പറയുന്ന കാനയിലെ തോമസ് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ജെവിഷ് ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ഒരു 72ഓളം കുടുംബങ്ങളെ അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ നേരത്തെ റോമക്കാരുടെ അക്രമത്തെ പേടിച്ചുകൊണ്ട് മെസപ്പൊട്ടോമിയയിൽ നിന്ന് അഥവാ ബാബിലോണിയയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ സംഭവം തന്നെ. അപ്പൊ അങ്ങനെ വന്ന ഈ ക്രിസ്ത്യൻ എന്താ പറയാ ജെവിഷ് ക്രിസ്ത്യൻ ഫാമിലീസ് ആണ് പിന്നീട് ഇവിടെ എന്ത് ചെയ്യുന്നത് വലിയ രീതിയിൽ പിന്നീട് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ രൂപാന്തരപ്പെടുന്നത്. ഇവരാണ് പിന്നീട് ഈസ്റ്റ് സിറിയക്ക് ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ മാറുന്നത്. ഇവർക്ക് ലോക്കൽ ഭരണാധികാരി ചേര രാജാവായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്,
പാട്രണൈസ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് അനുവദിച്ചു കൊടുത്ത ഔദ്യോഗികമായ അംഗീകാരങ്ങളാണ് തോമസ് ഓഫ് കാന കോപ്പർ പ്ലേറ്റ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭൂമി അനുവദിച്ചു കൊടുത്തു, ചർച്ചകൾ നിർമ്മിക്കാൻ അവകാശങ്ങൾ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള. ദീസ് കോപ്പർ പ്ലേറ്റ്സ് ഡേറ്റഡ് ബിറ്റ്വീൻ AD 345 to 811 CE. ഓക്കെ, അതിന്റെ ഇടയിലുള്ള ഒരു കാലഘട്ടമായിട്ടാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കൃത്യമായിട്ട് ആ ഒരു ഡേറ്റ് നമുക്ക് ഒരിക്കലും ആർക്കും പറയാൻ കഴിയില്ല, കാരണം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാർ ആരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ആർക്കൈവൽ ഡോക്യുമെന്റുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനുമാനങ്ങൾ മാത്രമാണത്. ഇപ്പൊ എങ്ങനെയാലും ഈ സെന്റ് തോമസ് ജ്ഞാനയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നു എന്നും അദ്ദേഹത്തിന് തന്നെ ഈ ചേര രാജാവ് അനുവദിച്ചു കൊടുത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപഹാരമായി നൽകിയ അവകാശങ്ങളാണ് ഈ കോപ്പർ പ്ലേറ്റിൽ ഏകദേശം ഉല്ലേഖനം അല്ലെങ്കിൽ അതിൽ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ സെന്റ് തോമസിന്റെ നേതൃത്വത്തിൽ വന്ന ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അവര് ഒരു നമ്മൾ നേരത്തെ മുസ്ലിംസിനെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകമായ രീതിയിലായിരുന്നു ഒരു ഗ്രൂപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായിട്ട് ക്രിസ്ത്യാനിറ്റിയും ലോക്കൽ കസ്റ്റംസ് പെർഫോം ചെയ്തിരുന്ന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേരളക്കാരുടെ വസ്ത്ര രീതി, ഭക്ഷണ രീതി, അതേപോലെ തന്നെ ആചാരങ്ങളിലൊക്കെ കേരളക്കാരെ പോലെ തന്നെ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിട്ടാണ് ഈ സിറിയൻ ക്രിസ്ത്യൻസിനെ നമുക്ക് കാണാൻ പറ്റുക. 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത്: ബാപ്റ്റിസം, കൺഫർമേഷൻ, നമ്മൾ പറയുന്ന യൂക്കാട്രിസ്റ്റ്, കുർബാന, പെനൻസ്, കുംഭസാരം, മാരേജ്, വിവാഹം, ഹോളി ഓർഡേഴ്സ്, പട്ടം, ആൻഡ് അനോയിന്റിംഗ് ഓഫ് ദ സിക്ക്, നമ്മൾ പറയുന്ന അന്ത്യകൂദാശ. ഇങ്ങനെയൊക്കെയുള്ള 7 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇതായിരുന്നു ഇവിടെ റിലീജിയസ് പ്രിൻസിപ്പിൾസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വന്ന ആളുകൾ അവരുടെ ഭാഷ എന്താ പറയാ, ആ ഭാഷയും ഇവിടെയുള്ള നാടൻ ഭാഷകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുഭാഷയിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയും കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ പലപ്പോഴും അതൊരു സിറിയക് ലാംഗ്വേജുകൾ അങ്ങനെ രൂപപ്പെട്ടു വന്നത് കാണാൻ പറ്റും. സിറിയക് ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒക്കെ ചരിത്രമൊക്കെ നമുക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ചരിത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഭാഷ അല്ലെങ്കിൽ രൂപപ്പെട്ടതായിട്ടും അത് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് ക്രിസ്ത്യൻ ഫെസ്റ്റിവൽസ് ആണ്. എന്ന് പറഞ്ഞാൽ വളരെ കൾച്ചറലി ആയിട്ടും സ്വന്തമായി ഐഡന്റിറ്റി, നേരത്തെ നമ്മൾ മുസ്ലിംസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി ആയി സ്വയമായി ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഏത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഈസ്റ്റർ വളരെ പ്രധാനപ്പെട്ട ജീസസിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ ഒരു പുനർജന്മമായിട്ട് അറിയപ്പെടുന്നതാണ് ഇത് ഈസ്റ്റർ എന്നുള്ളത്. അപ്പോ പല രീതിയിൽ വിത്ത് ദ റീഡിംഗ് ഓഫ് ദ പാഷൻ നരേറ്റീവ് ആൻഡ് ദ കൺസെപ്ഷൻ ഓഫ് കൈപ്പുനീർ, എ ബിറ്റർ ഡ്രിങ്ക് സിംബലൈസിംഗ് ദ സോർ വൈൻ ഓഫർഡ് ടു ജീസസ്. അന്ന് യേശുവിന് കൊടുത്ത കയ്പ് നീര് എന്ന് പറഞ്ഞാൽ കയ്പുള്ള വൈന് അല്ലെങ്കിൽ പുളിയുള്ള വൈന്, അതിനെ എന്താ പറയുക ഒരു സിംബലൈസ് ചെയ്തുകൊണ്ട് അത് കുടിക്കുന്ന അല്ലെങ്കിൽ അത് തയ്യാറാക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. ക്രിസ്മസ് അതുപോലെ തന്നെ വ്യത്യസ്തമായ ധാരാളം എന്താ പറയുക വിഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ക്രിസ്മസ് ഉണ്ടാക്കുക. ബീഫ് കറി ഉണ്ടായിരിക്കും, ബീഫ് കറി വിത്ത് അപ്പം, അതൊരു പ്രത്യേകമായ ഒരു ഡിഷാണ്. അതുപോലെ പ്രിപ്പറേഷൻ ഓഫ് ദ സ്വീറ്റ് ട്രീറ്റ്സ്, അല്ലെ, മധുരം ഉണ്ടാക്കും. അതുപോലെ തന്നെ പെസഹ അപ്പം, അത് മറ്റൊന്ന് പെസഹ പാല്, സ്വീറ്റ് ആൻഡ് കോക്കനട്ട് മിൽക്ക് ഡ്രിങ്ക്. ഓക്കെ, ഫുഡ് പ്ലേസ് ആൻ ഇന്റഗ്രൽ റോൾ ഇൻ ദ കേരളാസ് ക്രിസ്ത്യൻ ട്രഡീഷൻസ്. മറ്റൊന്ന് ക്രിസ്ത്യൻ ഈ എന്താ പറയാ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഒരു പാരമ്പര്യത്തിൽ നോക്കുമ്പോൾ ഈ ഫുഡിന് അല്ലെങ്കിൽ ഫുഡ് സ്റ്റൈലുകൾക്ക് വ്യത്യസ്തമായ വെറൈറ്റികൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതല്ല. മറ്റൊന്ന് കേരളാസ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഡെവലപ്ഡ് യുണീക്ക് ആർട്ട് ഫോംസ്, ധാരാളം കൾച്ചറലി ആയിട്ടുള്ള അതുപോലെ കലാരൂപങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പൊ മാർഗംകളി, സ്ത്രീകൾ കളിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ബിബ്ലിക്കൽ സ്റ്റോറിയൊക്കെ പറഞ്ഞുകൊണ്ട് റിത്തമിക്കുള്ള മൂവ്മെന്റ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു കളി, അല്ലെ. അതുപോലെ പരിചമുട്ട് കളി, അത് മറ്റൊന്ന് അതേപോലെ തന്നെ ചവിട്ട് നാടകം, അതുപോലെ ദേവസ്ഥ വിളി, വട്ടക്കളി, ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയാ ക്രിസ്ത്യൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹെറിറ്റേജ് അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊക്കെ പ്രത്യേകമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആർട്ട് ഫോമുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. മറ്റൊന്ന് കേരളം ഇതുപോലെ ധാരാളം പഴയ എന്താ പറയുക ചർച്ചുകൾ എന്താ പറയാ അതിന്റെ ഒരു ആതിഥേയം വഹിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ ഒരു ആസ്ഥാനമായിട്ട് കിടക്കുന്നതാണ്. ഇപ്പൊ സെന്റ് ജോർജ് സീറോ മലബാർ ഫോറിയൻ ചർച്ച് എടപ്പള്ളിയിലുള്ള, ബിലീവ്ഡ് ടു ഹാവ് ബീൻ ഫൗണ്ടഡ് ഇൻ 593 CE, AD 593 നിർമ്മിക്കപ്പെട്ടതാണ് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ചർച്ചാണ് സെന്റ് ജോർജ് സീറോ മലബാർ എന്ന് പറയുന്ന എടപ്പള്ളിയിലുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ പ്രത്യേകമായ നമ്മുടെ ആർക്കിടെക്ചറൽ മാർവൽസ് അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഷേപ്പുകൾ എന്നുള്ളത് ഇതേപോലെ ഒരു സിങ്ക്രണൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും വിദേശ രാജ്യങ്ങളിലുള്ളതും അതുപോലെ ഇവിടെയുള്ള നാടൻ കലകൾ രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പിൽഗ്രിമേജസ് സെന്റേഴ്സ്, തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ളത് ഇപ്പൊ ബസലിക്ക ഓഫ് അവർ ലേഡി റാൻസം ഇൻ വല്ലാർപാടം ആൻഡ് സെന്റ് തോമസ് മൗണ്ട് ഇൻ ചെന്നൈ, ഇതൊക്കെ
ഇതേപോലെ വിശ്വാസികൾക്ക് ഇതുപോലെ യാത്രകളും അതുപോലെ കമ്മ്യൂണൽ പ്രേയേഴ്സും റിച്വൽസും ഒക്കെ നടത്തുന്ന കേന്ദ്രങ്ങളായിട്ട് മാറിയത് കാണാൻ പറ്റും. മറ്റൊന്ന്, ക്രിസ്ത്യൻസ് ഫോളോ മെനി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിവാഹം അങ്ങനെയൊക്കെയുള്ള വിവാഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ട് നിലകൊള്ളുന്നു. ദ പ്രോസസ് ബിഗിൻസ് വിത്ത് ഓത്തുകല്യാണം. ഓത്തുകല്യാണത്തോട് കൂടിയാണ് അത് തുടങ്ങുക, ഈ ഫോർമൽ പ്രപ്പോസൽ. അത് കഴിഞ്ഞ് ചർച്ച് ബ്ലെസ്സിങ്സ്, പിന്നെ പോസ്റ്റ് വെഡിങ് എന്ത് ചെയ്യുന്നു വെച്ചാൽ മറ്റൊരു ഒരു പിന്നെ കെട്ടിക്കെട്ടാം എന്നുള്ള പിന്നെന്താ പറയാ, അത് മറ്റൊരു ഈ കമ്മ്യൂണിറ്റിയും അതുപോലെ ഈ കുടുംബക്കാരും ഈ ക്രിസ്ത്യൻ വിശ്വാസികളായുള്ള ആളുകളൊക്കെ ഈ വിവാഹത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ചടങ്ങ്. നമ്മളിപ്പോ ഇന്ന് എൻഗേജ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള മതപരമായ രീതിയിൽ തന്നെ നടത്തപ്പെടുന്ന ചടങ്ങുകൾ, ഇങ്ങനെയുള്ള ധാരാളം ചടങ്ങുകൾ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ വിവാഹം നടക്കുന്ന സമയത്ത് ഒരു പിന്നെ ഫാദർ വേണം, രണ്ട് സാക്ഷികൾ വേണം, എന്നാൽ മാത്രമാണ് വിവാഹം എന്ത് ചെയ്യുക അത് സാധൂകരിക്കപ്പെടുള്ളൂ എന്നുള്ളത്. മറ്റൊന്ന്, നമ്മൾ ഇപ്പോ ഒരു കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പോർച്ചുഗീസുകാരുടെയും അതുപോലെ യൂറോപ്യൻ കോളനൈസേഴ്സിന്റെ വരവോട് കൂടെ സംഭവിച്ചൊരു കാര്യം, ഈ കോളനൈസേഴ്സ് അല്ലെങ്കിൽ യൂറോപ്യൻസ് വരുന്ന സമയത്ത് അവർ ഇവിടുത്തെ ലോക്കൽ ക്രിസ്ത്യൻസിനെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ ശ്രമിക്കുന്നത്, അവരിപ്പോ കാത്തലിക്സ് ആണെങ്കിൽ ആ കാത്തലിക് മതത്തിലേക്ക് എന്ത് ചെയ്യുക ആളുകളെ മാറ്റുക, അപ്പൊ അവരുടെ വിശ്വാസ രീതിയിലേക്ക് ആളുകളെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പൊ അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ദ സിനഡ് ഓഫ് ഡയംപർ ഇൻ 1599 ഒരു പ്രത്യേകമായ ഒരു ഓർഡർ ഇറക്കുകയാണ്. അപ്പൊ അതിലെന്താന്ന് വെച്ചാൽ ടു ലാറ്റിനൈസ് ദ ലോക്കൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഇവിടെയുള്ള ലോക്കൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മുഴുവൻ യൂറോപ്യൻ ക്രിസ്ത്യാനികളാക്കി മാറ്റണം. അതാണ് ലാറ്റിനൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ലാറ്റിൻ റൈറ്റുകൾ എന്താ പറയാ, പിന്നെ ആചാരങ്ങൾ ഉണ്ടാവണം. അതേപോലെ തന്നെ സപ്രഷൻ ഓഫ് ദ ഇൻഡിജിനസ് പ്രാക്ടീസസ്, ഇവിടെ തദ്ദേശീയമായിട്ട് ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റംസ് അല്ലെങ്കിൽ പ്രാക്ടീസുകളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. എന്നിട്ട് ലാറ്റിൻ അല്ലെങ്കിൽ യൂറോപ്യൻ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പിന്നെ ആചാരങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ തുടരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ ഒരു ഓർഡറാണ്, ഒരു മത പിന്നെ നേതൃത്വത്തിന്റെ കൽപ്പനയാണ്. അപ്പോ ഈ കൽപ്പനയ്ക്കെതിരെ ഇവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും ഞങ്ങളുടേതായ ഒരു വിശ്വാസരീതിനെ മുന്നോട്ട് പോകുമെന്നും ഇവിടുത്തെ തദ്ദേശീയരായ ക്രിസ്ത്യാനികളെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് കൂനൻ ക്രോസ് ഓത്ത് ഇൻ 1653. 1653 എന്ന കൂനൻ കുരിശ് പിന്നെ എന്താ പറയാ പ്രതിജ്ഞ എന്ന് പറയുന്നത്. അങ്ങനെ ഈ കൂനൻ കുരിശിൽ സംഭവിക്കണം എന്താന്ന് വെച്ചാല് അവിടെയുള്ള പ്രാദേശിക ആയിട്ടുള്ള കേരളത്തിലുണ്ടായിരുന്ന പ്രാദേശിക ക്രിസ്ത്യാനികൾ അവർ ഈ പോർച്ചുഗീസ് അതോറിറ്റിയെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നു. ഞങ്ങൾ ഈ പിന്നെ എന്താണ് ഈ സിനഡ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് ട്രഡീഷണൽ റൈറ്റ് തന്നെ ഞങ്ങൾ തുടർന്നു പോകുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നു. അപ്പൊ അവസാനത്തിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ പോർച്ചുഗീസുകാർക്ക് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനിക്കൽ ലോക്കൽ കസ്റ്റംസും അതുപോലെ അവരുടെ റിലീജിയസ് ടീച്ചിങ്സിനെ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന രീതിയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നും തന്നെ ആ ഒരു ഐഡന്റിറ്റി പൂർണ്ണമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ അതുപോലെ മറ്റുള്ള വൈദേശിക ശക്തികളോ അല്ലെങ്കിൽ കൊളോണിയൽ പവേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള ശക്തികൾക്കൊക്കെ മുമ്പിലൊന്നും അവരുടെ തദ്ദേശീയമായ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വിശ്വാസ രീതികളെയും അതുപോലെ പിന്നെ ആചാരങ്ങളെയൊന്നും പിന്നെ അടിയറ വെക്കാതെ തന്നെ സ്വന്തം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ലാറ്റിനൈസേഷൻ ഓഫ് ദ കേരള ക്രിസ്ത്യൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ 16-17 നൂറ്റാണ്ടുകളിൽ 1599 എന്ത് ചെയ്യുന്നത് ആർച്ച് ബിഷപ്പ് അലക്സിയോ ഡി മെനീസസ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ലാറ്റിൻ ലിറ്റർജികൾ ഉപയോഗിക്കണം, റോമൻ ക്ലറിക്കൽ സ്ട്രക്ചർ വേണം, അതുപോലെ തന്നെ ലോക്കൽ ക്രിസ്ത്യൻ പ്രാക്ടീസുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ അദ്ദേഹം ഇറക്കുന്നത്. അപ്പോ ഈ ഓർഡർ എടുക്കുമ്പോൾ ഇതിന്ന് ഈ ലോക്കൽ ക്രിസ്ത്യാനിറ്റി കമ്മ്യൂണിറ്റി മനസ്സിലാക്കുകയാണ് ഇത് പൂർണ്ണമായിട്ടും ഞങ്ങളെ കൺട്രോൾ ചെയ്യാനും ഞങ്ങളെ ഹൈജാക്ക് ചെയ്യാനുമാണ് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു. അപ്പോ അതിന്റെ മറവിലൂടെ അവരുടെ കാത്തലിക്സ് വിശ്വാസങ്ങൾ, കാത്തലിക് സെക്റ്റിനെ എന്ത് ചെയ്യുക പ്രചരിപ്പിക്കലും അതിനെ പിന്നെ അതിലൂടെ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിനെ ഇവിടെ ഉണ്ടായിരുന്ന ഈസ്റ്റേൺ സിറിയൻ ട്രഡീഷൻ അല്ലെങ്കിൽ സിറിയൻ പിന്നെ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സിറിയൻ കമ്മ്യൂണിറ്റി അവരെന്ത് ചെയ്യുന്നു പൂർണ്ണമായിട്ട് അതിനെ എതിർക്കുന്നു. അതോ സെന്റ് തോമസ് ക്രിസ്ത്യൻസ് അവരെ പൂർണ്ണമായിട്ടും അവർ എതിർക്കുന്നു. ആ ഒരു ഇവാഞ്ചലൈസേഷൻ പ്രോസസ്സിനെ അവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഒരു മൂവ്മെന്റ് ആയിട്ട് പുറത്തു വന്നു. അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂനൻ കുരിശ് ഓത്ത് അല്ലെങ്കിൽ കൂനൻ കുരിശ് പ്രതിജ്ഞ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പിന്നീട് പോർച്ചുഗീസുകാർക്ക് അത് പിൻവലിക്കേണ്ടി വന്നു. റോമൻ കാത്തലിക് ചർച്ച് ആ ഒരു എന്താ പറയാ ഇവിടെയുള്ള സിറിയൻ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസധാരകളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ അവർക്ക് ഒരു പെർമിഷൻ കൊടുക്കുന്നു. പോർച്ചുഗീസുകാർ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുക.
പിന്നീട് നമ്മൾ പറഞ്ഞു 1653 ജനുവരി 3-നാണ് ഏകദേശം ഈ കൂനൻ കുരിശ് പ്രതിജ്ഞ നടക്കുന്നത്. 1000-ഓളം വരുന്ന എന്താ പറയാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് മട്ടാഞ്ചേരി ചർച്ചിൽ അവർ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് പോർച്ചുഗീസ് അതോറിറ്റി അവർ പൂർണ്ണമായി തള്ളിക്കളയുന്നു. അവർക്ക് അവരുടെ ട്രഡീഷണൽ പ്രാക്ടീസുകൾ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്നു. ഇതോടുകൂടെ നിലവിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 2 വിഭാഗമായി തിരിയാണ്. ഒന്ന് പഴയ കൂട്ടുകാർ അഥവാ ഓൾഡ് പാർട്ടി. ഓൾഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റോമൻ കാത്തലിക്സ് അല്ലെങ്കിൽ റോമൻ ക്രിസ്ത്യൻസിനോട് റോമൻ ക്രിസ്ത്യാനിറ്റിയോട് വിധേയത്വമുള്ള ആളുകൾ അഥവാ വെസ്റ്റേൺ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരോട് വിധേയത്വം കാണിക്കുന്ന ആളുകളും. മറ്റേത് പുത്തൻ കൂട്ടുകാർ ന്യൂ പാർട്ടി ഹൂ സോഡ് ടു റീസ്റ്റോർ ദർ ഈസ്റ്റേൺ ലിറ്ററേച്ചർ ഹെറിറ്റേജ്. ഇവിടെയുള്ള പിന്നെ പൗരസ്ത്യ ക്രിസ്ത്യാനിറ്റി അഥവാ സിറിയയിൽ നിന്ന് വന്ന ആളുകളാണല്ലോ. അപ്പൊ സിറിയൻ ക്രിസ്ത്യാനിറ്റിയെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കൂട്ടുകാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് ക്രിസ്ത്യാനിറ്റി അവിടുന്ന് പിളർന്നു എന്നുള്ളതാണ്. അപ്പോ പിന്നീട് അങ്ങോട്ടും സീറോ മലബാർ ചർച്ചിനൊക്കെ എന്ത് ചെയ്തു, ഈ ലാറ്റിനൈസേഷൻ പ്രോസസ്സ് പിന്നീടും എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. എന്നിരുന്നാലും 1999 എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വതന്ത്രമായി ഏകദേശം 2000-ഓളം അടുത്ത് വരുമ്പോൾ ഒരു ഈ പിന്നെ സിറിയൻ മലബാർ ചർച്ച് എന്ത് ചെയ്യുന്ന അവരൊരു സിനഡ് അഡോപ്റ്റഡ് ന്യൂ ലിറ്റർജിക്കൽ ഫോർമാറ്റ്. ഇൻ 2021 പോപ്പ് ഫ്രാൻസിസ് ഡയറക്റ്റഡ് ദ ചർച്ച് ടു ഇംപ്ലിമെന്റ് യൂണിഫോം ലിറ്റർജിക്കൽ പ്രാക്ടീസസ് മൂവിംഗ് അവേ ഫ്രം ലാറ്റിനൈസ്ഡ് എലമെന്റ്സ്. അപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സിറിയൻ ചർച്ചിനോട് പിന്നെ പറയുന്നത് അതുവരെയും 2 തീർന്നിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറി എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന സിറിയൻ പിന്നെ ലിറ്റർജിക്കൽ അല്ലെങ്കിൽ ഒരു പൗരസ്ത്യ ദേശത്തെ ക്രിസ്ത്യാനിറ്റി കൊണ്ട് നടന്നിരുന്ന ആചാരങ്ങൾ തന്നെ പാലിക്കാനും എല്ലാവരും അത് പാലിക്കാനും പ്രത്യേകമായിട്ട് പോപ്പ് അവരോട് നിഷ്കർഷിക്കുന്നതൊക്കെ പിന്നീട് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാല് ആ ഒരു സ്പ്ലിറ്റ് അപ്പ് മാറാനും എല്ലാവരും ഒരേ പ്രാക്ടീസിലേക്ക് വരാനും വേണ്ടിയുള്ള പോപ്പിന്റെ ഒരു ഇന്റർവെൻഷൻ ആയിട്ട് നമുക്കതിനെ കാണാം. അപ്പോൾ ഇതോടുകൂടി തന്നെ സിറിയ പഴയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സെന്റ് തോമസിന്റെ കാലഘട്ടത്തിൽ നിന്ന് സിറിയക് ലാംഗ്വേജ്, അതുപോലെ ട്രഡീഷണൽ വെസ്റ്റ്മെന്റുകൾ, ലിറ്റർജിക്കൽ സിംബലുകൾ, അത് ഈ പഴയ രീതിയൊക്കെ വീണ്ടും പൊടിതട്ടി വീണ്ടും അവരുടെ പിന്നെ പ്രചരണങ്ങളിലും അതുപോലെ ആരാധനാലയങ്ങളിലും അതുപോലെ അവരുടെ പിന്നെ പ്രൊസഷനുകളിലൊക്കെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ലാറ്റിനൈസേഷൻ പ്രോസസ് എന്നുള്ളത് എങ്ങനെയാലും ലോക്കൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സക്സസ്ഫുൾ ആയ റെസിസ്റ്റൻസ് ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വലിയ രീതിയിലുള്ള അവരുടെ ഒരു ചെറുത്തുനിൽപ്പായിരുന്നു ഈ പിന്നെ യൂറോപ്യൻ അല്ലെങ്കിൽ കോളനൈസിങ് അല്ലെങ്കിൽ റോമൻ ക്രിസ്ത്യാനിറ്റിയുടെ ഈ ഒരു അധിനിവേശത്തിനെതിരെയുള്ള അവരുടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഭാഷാപരമായി നോക്കുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മലയാള ഭാഷ തന്നെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത്. എന്നിരുന്നാലും പോർച്ചുഗീസ്, ലാറ്റിൻ പിന്നെ ഭാഷകളൊക്കെ റിലീജിയസ് കോണ്ടെക്സ്റ്റുകളിലും പ്രത്യേകിച്ച് മതപരമായ വല്ല കാര്യങ്ങൾ വരുമ്പോൾ, പ്രാക്ടീസുകൾ വരുമ്പോൾ, അതുപോലെ റിച്വൽസ് ഒക്കെ വരുമ്പോൾ, റിലീജിയസ് ടെക്സ്റ്റ്, റിച്വൽസ്, സെറിമണികളിലൊക്കെ വരുമ്പോൾ ലാറ്റിൻ ഭാഷ ഉപയോഗിക്കപ്പെടാൻ നമുക്ക് കാണാൻ പറ്റും. അത് പ്രത്യേകിച്ചും കാത്തലിക് ചർച്ചിലും അതുപോലെ യൂറോപ്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അതേ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സീറോ എന്താ പറയുക മലബാർ ചർച്ചിലാണെങ്കിൽ അവിടെ വരുമ്പോൾ സിറിയക് ലാംഗ്വേജ്, ഇതേപോലെ തന്നെ സിറിയക് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ ഒരു നമ്മുടെ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ലാംഗ്വേജുകൾ പൂർണ്ണമായിട്ട് മാർജിനലൈസ് ചെയ്യപ്പെടുന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന്, പോർച്ചുഗീസ് ലെഫ്റ്റ് എ ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ ദ കേരള സൊസൈറ്റി. യൂറോപ്യൻ സ്റ്റൈൽ ചർച്ചസ്, പ്രത്യേകിച്ച് നമ്മൾ ഇവിടുത്തെ ചർച്ചുകളുടെ ഒരു ആർക്കിടെക്ചർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നുകിൽ ഇത് പോർച്ചുഗീസ് സ്റ്റൈലിലായിരിക്കും, അല്ലെങ്കിൽ ഡച്ച് സ്റ്റൈലിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സ്റ്റൈലിലൊക്കെയുള്ള ചർച്ചുകൾ, മോണുമെന്റ്സ് അല്ലെ, സ്മാരകങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുമ്പോഴൊക്കെ ആ ഒരു രീതിയിലാണുള്ളത്. എന്ന് പറഞ്ഞാൽ അവരവരുടെ വലിയ രീതിയിൽ അവരവരുടെ ഒരു ആർക്കിടെക്ചർ എന്താ പറയുക ഇമ്പാക്ട് ഇവിടെ പിന്നെ വെച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് പോർച്ചുഗീസുകാർ കേരളത്തിൽ നിന്ന് പോയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത് എവിടെയാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എങ്ങനെയാണെങ്കിലും ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഈ കേരളത്തിലെ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ അതേ അഭിരുചി അനുസരിച്ചുകൊണ്ട് തന്നെ വളരെ ഹാർമോണിയസ് ആയി എന്താ പറയാ ഒരു പരസ്പരമായുള്ള ഒരു സോഷ്യൽ അതുപോലെ കൾച്ചറൽ എക്സ്ചേഞ്ചുകൾക്കൊക്കെ വിധേയമായിട്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ചരിത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റും. The legacy of Portuguese colonialism continues to shape the religious dynamics in Kerala, with a rich tapestry of religious traditions coexisting and evolving over time. The St. Thomas Christians preserved their Eastern liturgical heritage while adapting to the social fabric of the Kerala. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാണ്, ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്കൽ ട്രഡീഷൻസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, ഈ പിന്നെ സെന്റ് തോമസ് ക്രിസ്ത്യൻസ്
അവർ ഈ യൂറോപ്യൻ ക്രിസ്ത്യൻസിനോട് മത്സരിച്ചുകൊണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു ഐഡന്റിറ്റി അവർ കീപ്പ് ചെയ്തു എന്നുള്ളത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ കേരള എമർജ്ഡ് റെസിലിയന്റ് വിത്ത് റിച്ച് ലെഗസി ഓഫ് കൾച്ചറൽ ബ്ലെൻഡിങ്, റിലീജിയസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് ധാരാളം സെക്ടുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോമൻ കാത്തലിക്സ് ആവട്ടെ, അല്ലെങ്കിൽ സിറിയൻ കാത്തലിക്സ് ആവട്ടെ, അതിൽ തന്നെ പ്രൊട്ടസ്റ്റന്റുകാരാവട്ടെ, അങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളെ കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോളനൈസേഴ്സ് പോകുന്ന സമയത്ത്, ഇവിടുത്തെ പോർച്ചുഗീസുകാർ പോകുന്ന സമയത്ത് അവരവരുടെ എല്ലാ അസറ്റുകളും ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ ഈ റിലീജിയസ് കമ്മ്യൂണിറ്റിയെ ഏൽപ്പിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. ഡച്ചുകാർ പോകുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിലേറെ 200 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ട് പിന്നെ ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്തും ഏക്കർ കണക്കിന് ഭൂമി അല്ലെങ്കിൽ പിന്നെ ടൗണുകളിൽ വലിയ വലിയ ബ്രിട്ടീഷുകാരുടെ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ അതോറിറ്റി ഓഫീസുകളായിരുന്ന സ്ഥലങ്ങൾ, അതുപോലെ സിറ്റി സെന്ററുകളിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ, ഇവിടങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അവര് അധികം ഒരുപാട് അവര് ഏൽപ്പിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള റിലീജിയസ് പിന്നെന്താ പറയാ ഈ അതോറിറ്റികൾക്കാണ്. അത് പോർച്ചുഗീസുകാർ ഏകദേശം പിന്നെ അവർ പിൻവാങ്ങുന്നതിന് ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ പതിച്ചു കൊടുക്കുന്നു, അവിടെ ചർച്ചുകൾ കൊണ്ടുവരുന്നു, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ നമുക്ക് മിക്കവാറും ഇപ്പോ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഓരോ പ്രധാനപ്പെട്ട ഏരിയകളിലും അങ്ങനെ ഈ സ്ഥലങ്ങൾ പതിച്ചു കൊടുത്തും ഭൂമിയും ഓഫീസുകളൊക്കെ പതിച്ചു കൊടുത്തും നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് ഏക്കർ കണക്കിന് വരുന്ന അല്ലെങ്കിൽ 100 കണക്കിന് ഏക്കർ കണക്കിന് വരുന്ന സ്ഥലങ്ങളൊക്കെ ഇതുപോലെ ചർച്ചകളുടെയും അതുപോലെ സ്ഥാപനങ്ങളുടെ ഒക്കെ പേരിൽ പതിച്ചു കൊടുത്തതൊക്കെ ഇങ്ങനെ കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ റിസോഴ്സ് നിലക്ക് വലിയ രീതിയിൽ എന്താ പറയുക എംപവേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് ഈ ഒരു 2 യൂണിറ്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു ക്ലാസ് തീർന്നിട്ടുണ്ട് ഇന്നത്തെ. ഓക്കെ, നിങ്ങൾ ഓൺലൈനായിട്ടുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട് സാറേ. നമ്മുടെ ഈ ഒരു സെക്കൻഡ് യൂണിറ്റ് ഇതോടുകൂടെ തീർന്നിട്ടുണ്ട്. നമ്മുടെ ഈ ബ്ലോക്ക് അപ്പൊ 2 യൂണിറ്റേ ഉള്ളൂ, 2 ബ്ലോക്കും തീർന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് എന്നതിൽ മാറി ഒന്നുകൂടെ ഒരു സോഷ്യലി കണക്റ്റഡ് ആയി ഉള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മുടെ യൂണിറ്റുകളിൽ. സാർ ഇത് മറ്റേ നമ്മുടെ ഇതിൽ ഇടുവായിരിക്കും അല്ലേ, മറ്റേ നേരത്തെ പറഞ്ഞ ആ യൂട്യൂബിൽ ഇടുവായിരിക്കും അല്ലേ? യൂട്യൂബിൽ ഇടും. ഞാൻ ഈ ക്ലാസ് പിന്നെ ഇത് ഡൗൺലോഡ് ചെയ്യണം. അത് ഇനി തിങ്കളാഴ്ച നടക്കൂ. ഓക്കെ, നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്ന ജെൻഡർ സ്റ്റഡീസിന്റെ ഒക്കെ ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ക്ലാസ്സുകളൊക്കെ ആ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ശരി സാറേ. ഓക്കെ, ഓക്കെ. അപ്പോ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി എന്തെങ്കിലും എല്ലാം കേട്ടു. ഞാൻ ഇടയ്ക്ക് മാത്രം